നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ബാധ ഡോക്ടർ നേരിട്ട് വന്ന് എങ്ങനെ ഒഴിപ്പിക്കണേ, എങ്ങനെയാണ് അതെങ്ങനെ, ബാധ എന്താ ശരിക്കും? ചെറിയ പിള്ളേർ 65 വയസ്സുകാരെ പോലെ സംസാരിക്കുന്നു, പണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നു, ഇത്തരം കേസുകളില്ലേ, അതെന്താ ശരിക്കും? റീസെൻ്റ്ലി ഞാൻ പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് വായിക്കുന്നു, പൊക്കം കൂടാനുള്ള ഭക്ഷണങ്ങളുണ്ട്, പൊക്കം നമുക്ക് അല്ലാതെ സർജിക്കലി അല്ലാതെ പൊക്കം വെക്കാൻ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഒരാളെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് എനിക്ക് നിൻ്റെ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റും, എന്നിട്ട് അയാളെ കൺവിൻസ് ചെയ്തിട്ട് അയാളെ അവിടെ കൊണ്ടിരുത്തി ഭയങ്കര ഒരു കിടലൻ അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിൻ്റെ ബാധയെ ഞാൻ ആവാഹിച്ചു എന്ന് അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, അതിനെ ഞാൻ ഇന്ന സ്ഥലത്താക്കി എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. ഒരു കൺവിക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ സൈക്കോതെറാപ്പിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പെട്ടെന്ന് പെൺകുട്ടികൾ നീളം വെച്ച് പോകുന്ന ആ ഒരു സമയത്ത് അതിനെ താങ്ങി നിർത്താൻ മസിൽസിന് പറ്റാത്ത ഒരു സാഹചര്യം വരും. സന്തോഷമുള്ള ഒരു ജീവിതത്തിന് ആരോഗ്യമുള്ള മനസ്സും ശരീരവും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ റീനു. എനിക്കൊപ്പമുള്ളത് ഇന്ന് ഡോക്ടർ അശ്വിൻ ഹരിയാണ്. വേദ ആയുർഗ്രാം ഹോസ്പിറ്റൽ ഇദ്ദേഹത്തിൻ്റെയാണ്. ഡോക്ടർ, ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസിലൂടെ തന്നെ തുടങ്ങുകയാണ്. സന്തോഷമുള്ളൊരു ജീവിതത്തിന് ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും വേണമെന്നാണ്. വേദ ആയുർഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? വേദ ആയുർഗ്രാമിൻ്റെ ടാഗ് ലൈൻ തന്നെ ഹീലിംഗ് ബ്ലിസ്ഫുള്ളി എന്നാണ്. പറയില്ലേ, ഒരു സംതൃപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രോഗം മാറാനുള്ള ഏറ്റവും നല്ല മാർഗം. മനസ്സുകൊണ്ടുകൂടെ ശരീരത്തിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചികിത്സാ രീതി തന്നെ. ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകതയായിട്ട് കേട്ടത് ഈ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ ആ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് മർമ്മ ചികിത്സ, അതായത് ഒരു വേദന വന്നു അത് മാറാൻ വേണ്ടി പോകുന്നു, പിന്നെ കളരി, യോഗ, അങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. മനസ്സുമായി ബന്ധപ്പെട്ടത് ആയുർവേദത്തിലുള്ള പരിഹാരങ്ങൾ അത് ഞാൻ അധികം കേട്ടിട്ടില്ല. അപ്പം എന്ത് തരം ട്രീറ്റ്മെൻറ്റ്സാണ് അവിടെ നടക്കുന്നത്, എന്ത് തരം പേഷ്യൻസാണ് അവിടെ വരുന്നത്? ശാരീരികമായിട്ടുള്ള രോഗങ്ങളുള്ള ആളുകൾ തന്നെയാണ് വരുന്നത് കൂടുതലും. അത് കൂടാണ്ട് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടും ആളുകൾ വരും. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫോബിയകൾ. പക്ഷേ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു മാനസിക ഘടകമുണ്ട് എന്ന് തന്നെയാണ് ആയുർവേദം വിശ്വസിക്കുന്നത്. അത് നമ്മൾ പറയും, ഇപ്പോൾ നടുവിന് വേദന, മുട്ടുവേദന, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം വാദവ്യാധിയുടെ അണ്ടർ വരുന്ന, വാദവ്യാധി എന്ന് പറയുന്ന, വാദരോഗങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ അകത്ത് വരുന്നതാണ്. അതെ. അപ്പോൾ ഈ വാദരോഗങ്ങളുടെ സാമാന്യ നിദാനം പറയുമ്പോൾ, അതിൻ്റെ ഒരു ജനറൽ എത്തിയോളജി പറയുമ്പോൾ അതിൽ ആയുർവേദം ആദ്യം പറയുന്ന വാക്ക് അതിചിന്ത എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് ആണ് വാദവ്യാധിയുടെ കാരണമെന്നാണ് ആയുർവേദം പറയുന്നത്. പിന്നെ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ ഈ ദ്രവ്യോപാശ്രയ ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്, ഈ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്നത്. അതാണ് നമ്മൾ ഈ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഈ ആയുർവേദ ചികിത്സകൾ. പക്ഷേ സത്വാപചയ ചികിത്സ എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സാ വിഭാഗവും ആയുർവേദത്തിലുണ്ട്. ഞങ്ങൾ ഈ സത്വാപചയ ചികിത്സ കൂടി ഞങ്ങളുടെ ചികിത്സയിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അപചയ ചികിത്സയുടെ ഭാഗമാണ് ഈ യോഗ, ധ്യാനം മുതലായ കാര്യങ്ങളൊക്കെ. പിന്നെ മൂന്നാമതൊന്നുകൂടുണ്ട് ദേവവ്യപാശ്രയ ചികിത്സ, പഴയ മന്ത്രവാദങ്ങളും പൂജകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. അപ്പം അതായത് മണിച്ചിത്രത്താഴിൽ കാണുന്ന ഒരു ചികിത്സ, ദൈവത്തിനെ അല്ലെങ്കിൽ ഒരു മന്ത്രവാദത്തിനെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു ചികിത്സയല്ലേ, അവരുടെ ഒരു രോഗം മാറ്റാൻ. അത് ദേവയോപാശ്രയ ചികിത്സ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയാണ്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കോതെറാപ്പിയാണ് മന്ത്രവാദം എന്ന് പറയാം. അത് പക്ഷേ ഇപ്പം ലോജിക്കൽ അല്ലാത്തതുകൊണ്ട്, പ്രാക്ടിക്കൽ എന്നല്ല ഞാൻ പറയുന്നത്, ലോജിക്കൽ അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. എന്നാലും സത്വാപചയ ചികിത്സയും ദ്രവ്യോപാശ്രയ ചികിത്സയും ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ. ഈ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആളുകൾ, അതായത് നമ്മളിപ്പം മനോജ് കെ ജയനെയൊക്കെ അങ്ങനെ സിനിമകളിൽ കണ്ട അതുപോലെയുള്ള മാനസിക രോഗം അങ്ങനെയുള്ള ആളുകളാണോ, അതോ വളരെ ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണോ? പലതരം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു നടുവേദന സൈക്കോസൊമാറ്റിക് ഡിസീസാണ്. അത് ഒരു അങ്ങേയറ്റം ബാധ കയറിയ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് വരുന്ന കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെറൈറ്റി കേസുകളാണ്. ഇപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഒരു പ്രശ്നവുമില്ല, പക്ഷേ 30 വർഷമായിട്ട് നടക്കാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത, നമ്മളൊരു വിരൽ തുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ, വിരലിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ നടന്നോളൂ. ഫിയറാണ്, നടപ്പിന് എന്തിനോടുള്ള ഫിയറാണ്, വീഴുമെന്നുള്ള ഫിയർ. അവസാനം അവരെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് ആ ഒരു ഭയത്തിൻ്റെ ഒരു കാരണം കണ്ടെത്തി അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സുഖമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അതുവരെ അവരുടെ ജീവിതത്തിൽ അവരെ ആരെങ്കിലും തൊട്ടാൽ മാത്രമേ അവർ നടക്കുള്ളൂ. 30 വർഷമായിട്ട്, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു 50 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടായ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അവരുടെ ആ ഭയത്തിന് കാരണമായത്. അവിടെ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്. പിന്നെ അത് കല്യാണം കഴിയുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് അധികരിച്ച് തീരെ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടെത്തി.
കാലൊക്കെ വളരെ സ്റ്റിഫാണ്, ഭയങ്കര ടൈറ്റാണ്. പക്ഷേ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലും അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഡോക്ടർ, ഈ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത്? സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുമ്പോൾ എല്ലാ രോഗങ്ങളും 90% രോഗങ്ങളും, 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കള്ളമാണ്, 100% എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അംഗീകരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് 99 എന്ന് പറയാം. 99% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് രോഗങ്ങളാണ്. അതെങ്ങനെ? നമ്മളിപ്പോൾ നടുവിന് വേദന ഒരു ശാരീരികമായിട്ടുള്ളൊരു രോഗമല്ലേ. പക്ഷേ നടുവിന് വേദനയ്ക്ക് നടുവിന് വേദന ഉണ്ടാകാൻ കാരണമാകുന്ന ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു ദേഷ്യവും വാശിയുമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഇതൊരു അമേരിക്കൻ ഒരു ഫിസിഷ്യനാണ്, ഡോക്ടർ ജോൺ ഇ സാർണോ. അദ്ദേഹത്തിൻ്റെ ഹീലിംഗ് ബാക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്കുകളുണ്ട്. അദ്ദേഹമാണ് ശരിക്കും നടുവിന് വേദന എന്ന് പറയുന്നത് ഒരു മാനസിക പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോസൊമാറ്റിക് പ്രശ്നമാണ്, മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ശാരീരിക രോഗമാണ് എന്ന് ലോകത്തിനോട് ആദ്യം പറയുന്ന അദ്ദേഹമാണ്. മരിച്ചുപോയി, എനിക്കൊന്ന് 2017 മറ്റാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അദ്ദേഹമാണ് ഇത് ആദ്യം പറയുന്നത്. ആ പ്രതിഭാസത്തിന്, ആ നടുവിന് വേദന ഉണ്ടാകാൻ കാരണമാകുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം എന്നാണ്, TMS. അതായത് നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. നെർവ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോൾ ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് മസിൽ സ്പാസം ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ വേറൊരു ഭാഷയിൽ, നമ്മൾ ഈ ഒരു പ്രതിഭാസത്തിനെ മറ്റൊരു ഭാഷയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന്, അല്ലേ? അപ്പം നമ്മളെല്ലാവരും, മനുഷ്യനെല്ലാം ബേസിക്കലി ഒരു മൃഗമാണ്. അപ്പോൾ നമ്മൾ എല്ലാ മൃഗത്തിനുമുള്ള ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഫൈറ്റ് ചെയ്യുക, ഫ്ലൈറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഈ സ്ട്രെസ്സുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പം നമ്മൾ ചിന്തിക്കാനൂടെ കഴിവുള്ള മനുഷ്യരായതുകൊണ്ട്, അല്ലെ ജീവികളായതുകൊണ്ട്, മൃഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ള, കടന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് നമ്മൾ ഉറക്കത്തിലും സ്ട്രെസ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നമ്മൾ ഉറക്കത്തിലും നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഉറക്കത്തിലും ഈ അൺനെസസറി മസിൽ സ്പാസംസ് ശരീരത്തിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു മസ്കുലോ സ്കെൽറ്റൽ പ്രോബ്ലം, അതായത് ഇപ്പോൾ നടുവിനുണ്ടാകുന്ന ഒരു നടുവേദന അല്ലെങ്കിൽ ഒരു ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഒരു മസ്കുലോ സ്കെൽറ്റൽ പ്രോബ്ലമാണ്. അവിടെ മസിൽസ് കണ്ടിന്യൂസ് ആയിട്ട് സ്പാസ്റ്റിക് ആയിട്ടിരിക്കുകയാണ്. ഈ മസിൽസ് സ്പാസ്റ്റിക് ആയിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വേർട്ടിബ്രയുടെ മൂവ്മെൻറ്റ്സ് അത് സ്മൂത്ത് ആയിരിക്കുമോ? ആയിരിക്കില്ല, കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. ഗ്രാജുവലി അവിടെ പെയിൻ ഉണ്ടാകുന്നു, കണ്ടിന്യൂസ് മസിൽ സ്പാസം പെയിൻ ഉണ്ടാക്കും. ആ ഫ്രിക്ഷൻ തുടർച്ചയായിട്ട് നിൽക്കുമ്പോൾ ഗ്രാജുവലി അവിടെ ഡീജനറേഷന് കാരണമാകുന്നു, ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകുന്നു, നെർവ് കംപ്രഷൻ ഉണ്ടാകുന്നു, കാലിലേക്ക് വേദന വരുന്നു. ഇതിനിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസ്കെക്ടമി എന്ന് പറയുന്ന ഒരു സർജറിയാണ് അലോപ്പതിയിൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന മസിൽ സ്പാസവും വീക്ക്നെസ്സും ഒന്നും കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ആയുർവേദത്തിൽ ചെയ്യുന്നതാണെങ്കിൽ കിഴിധാരകൾ പോലത്തെ സാധനങ്ങൾ ഈ മസിൽ സ്പാസം റിലീവ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ മാറ്റുന്നു. അവിടെയും ആ മസിൽ സ്പാസത്തിന് കാരണമാകുന്ന, ഞാൻ പറഞ്ഞ ആയുർവേദത്തിൽ എന്ന് പറഞ്ഞത് നമ്മൾ സോക്കോൾഡ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ അതിന് കാരണമാകുന്ന ഈ TMS എന്ന് പറയുന്ന പ്രതിഭാസത്തിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ TMS എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിനെ, ആ ടെൻഷൻ മയോസൈറ്റിസ് സിൻഡ്രോം, അതിന് കാരണമാകുന്ന ആ പ്രതിഭാസത്തിനെ കൂടെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിൽ ഞങ്ങളൊരു 99% വിജയിക്കാറുമുണ്ട്. അത് ഓടിയിട്ടെത്തുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് മിക്കവാറും ഉള്ള നടുവിന് വേദനയുടെ കാരണം. ഞാനീ പറഞ്ഞ ഡോക്ടർ ജോൺ ഇ സാറിനോ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, ബാക്ക് പെയിൻ പേഷ്യൻസ് ആർ ഐദർ സക്സസ്ഫുൾ ഓർ ദേ ആർ ട്രൈയിങ് ടു ബി സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ സക്സസ്ഫുൾ ആയ ആൾക്കാർ യു സെയിങ് അവരുടെയും ആ ഒരു ടെൻഷനിൽ നിന്നാണ് ഈ നടുവേദന വരുന്നതെന്നുള്ളത്. ഓടിയിട്ടെത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് തിന്നിട്ടേ നമ്മളങ്ങോട്ട് ഓടാൻ ശ്രമിക്കുകയാണ്, നമ്മളിങ്ങനെ മുന്നോട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ഓടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗതയിൽ അങ്ങോട്ട് ഓടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. നമ്മൾ പക്ഷേ ഹാർഡായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പേസ് നമുക്ക് കിട്ടുന്നില്ല. അതൊന്നും മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. ശരീരത്തിൽ ഇവിടെയൊക്കെ മസിൽസ് ടൈറ്റ് ആവുന്നുണ്ട്. അയ്യോ, ഫുൾ ടൈറ്റ് ആവുന്നില്ല, പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇൻസെക്യൂരിറ്റി ഉണ്ടായാൽ ഇതേ ടൈറ്റ്നസ് നമ്മുടെ ഷോൾഡറിലുണ്ടാവും. നമ്മളൊരു ഹൊറർ ഫിലിം കാണുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്? നെക്ക് പെയിന് കാരണമാവും. ശരിയാണ്. നമ്മൾ പറയുകയാണ് ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് AV നോഡ്, SA നോഡ് എന്ന് പറഞ്ഞ നോഡുകളാണ് ഇലക്ട്രിക് ഇമ്പൾസ് കൊടുക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ പറയും ബ്രെയിൻ എന്ന് പറയും. ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ മാത്രമാണ്. ബ്രെയിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ്? മൈൻഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വേദനകൾ നമ്മളത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വേദനകളുടെ ശരിക്കുള്ള റീസൺ മാനസിക ടെൻഷൻ, ഭയം, സ്ട്രെസ് എന്നുള്ളതാണോ? വേദനകൾ കൊണ്ട് ഡയറക്റ്റ്ലി, അതായത് നമ്മളുടെ ഇപ്പം ഇത് ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുള്ളൊരു ചോദ്യമാണ്. കാരണം ഇങ്ങനെ ആളുകൾ വിചാരിക്കും, അപ്പം എൻ്റെ വേദന അതൊരു തോന്നലാണോ? അങ്ങനല്ല, വേദന തോന്നലല്ല. ആ വേദനയ്ക്ക് കാരണമാകുന്ന ഒരു ഫിസിയോളജി അവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു TMS, ഒരു മസിൽ സ്പാസം ഉണ്ടാകുന്നു അല്ലേ.
അപ്പം ആ വേദനയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യം ആ ശരീരത്തിൽ സംഭവിച്ചു. അതിന് കാരണം സ്ട്രെസ്സാണ്. അത് വേദന തോന്നലാണെന്നല്ല, ആ വേദന അവിടെ ഉണ്ട്. പക്ഷേ ആ വേദന ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു ഫിസിയോളജി അവിടെ സംഭവിച്ചിട്ടുണ്ട്, ഒരു പത്തോളജി അവിടെ സംഭവിച്ചില്ലേ ശരീരത്തിനുള്ളിൽ. അതിന് കാരണം ഒരു സ്ട്രെസ്സാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ അവർ പറയുന്ന സ്ട്രെസ്സാണ്, ജോലിക്കാർ കോർപ്പറേറ്റ് ജോലിയിലോട്ട് എത്തുന്നു, IT-കാർക്ക് സ്ട്രെസ്സാണ്, പഠിപ്പിക്കുന്നത് എല്ലാവർക്കും ഇൻ ജനറൽ സ്ട്രെസ് എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പം ഏതാണ് ആ സ്ട്രെസ്സിൻ്റെ ഒരു ലെവല്? എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സ്, എടുക്കാൻ വയ്യാത്ത സ്ട്രെസ്സ്, സഹായം വരേണ്ട, അതായത് ഡോക്ടറെ പോലുള്ള ഒരാളുടെ അടുത്തേക്ക് വരേണ്ട ആ ഒരു സ്ട്രെസ്സിൻ്റെ ലെവൽ ഏതാണ്? ഒരു മനുഷ്യൻ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും, ഞാനിപ്പോൾ പോകുന്ന എൻ്റെ ഒരു ലൈഫിൽ എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല, എനിക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ സ്ഥാപനം. അതിൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇരുതലമൂർച്ചയുള്ളൊരു വാൾ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ യുദ്ധം ജയിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മളതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെ തന്നെ ദോഷം ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ ഉറക്കത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ശരീരത്തിൽ വേദന ഉണ്ടാകുന്നു, എൻ്റെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു, എൻ്റെ ഡൈജഷനെ ബാധിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിനെയോ മനസ്സിനെയോ അവൻ്റെ ചുറ്റുപാടുകളെയോ ബാധിക്കുന്നുണ്ടോ എന്ന് തോന്നിയാലാണ് ഒരു ചികിത്സ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കായി സമീപിക്കേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് ഒരു ആൾ സ്ട്രെസ്സിലായിരുന്നു എന്ന് മനസ്സിലാവണേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില പിള്ളേരുടെയൊക്കെ ആത്മഹത്യകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പം അത് വായിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആർക്കും അറിയത്തില്ല ഇത് എന്നാ, ഇപ്പോൾ കൊച്ചിനങ്ങനെ തോന്നിയതിൻ്റെ റീസൺ എന്നാ, ആൺകുട്ടി പെൺകുട്ടി അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ചിലർ പറയും വീട്ടിലെ സാഹചര്യങ്ങളുമുണ്ട്, പിള്ളേരങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പോൾ ചില വീടുകൾ അത് കഴിഞ്ഞ് അന്വേഷിച്ച് കഴിയുമ്പോഴും ആ പേരൻസിനും അറിയത്തില്ല എന്ത് സാഹചര്യം കൊടുത്തിട്ടാണ് അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ടൊക്കെ എത്തുന്നത് എന്നുള്ളത്. അപ്പം ഒരു ഐഡിയലായിട്ടുള്ള ഈ ഒരു കുഞ്ഞിനെ വളർത്താൻ നേരത്ത് സ്ട്രെസ് ഇല്ലാത്തൊരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ? നമ്മൾ ഒരുപാട് കെയർഫുൾ ആവാതിരിക്കുക, ഒരുപാട് ഈഗോയിസ്റ്റിക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐഡിയലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഒത്തിരി കെയർഫുള്ളായാലും പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ അടുത്ത് വരുന്ന കേസുകളുടെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ട്രോമ എത്രത്തോളം ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു, അതേപോലെ തന്നെ ഒരാളുടെ ചൈൽഡ്ഹുഡിലെ പ്രിവിലേജുകളും അയാളെ വൾണറബിൾ ആക്കുന്നുണ്ട് വളരെയധികം. എന്ത് പ്രിവിലേജാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഒരാൾ വളരെ കംഫർട്ടബിളായിട്ട് ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരാൾ, അയാൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന ഒരു വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന് കരുതിക്കും. അയാൾക്ക് ആ ഒരു ട്രാൻസിഷൻ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു ട്രോമയാണ്. അയാൾ വലിയൊരു സ്ട്രെസ്സിലോട്ടോ ഒരു ആങ്സൈറ്റിയിലോട്ടോ ഒക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണമായിരിക്കുന്നത് എന്താണ്? അയാൾ വളരെ സുഖകരമായിട്ട് ജീവിച്ച അയാളുടെ ബാല്യമാണ് അയാളെ വൾണറബിളാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മറുവശം ഇല്ലേ? അതായത് പിള്ളേർക്ക് നമ്മൾ വളരാനായിട്ട് വഴക്കില്ലാത്ത അപ്പനും അമ്മയും വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഫിഡൻസ് ഉള്ള മക്കളായി വളർന്നു വരും എന്നല്ലേ പറയുക? ഒരുപാട് പാമ്പർ ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺഫിഡൻസ് പോവുകയും ചെയ്യും. നമ്മൾ പറയില്ല എല്ലാത്തിലും കറക്റ്റ് എന്ന് പറഞ്ഞാൽ മധ്യമ മാർഗ്ഗം എന്ന് പറയും. രണ്ടിനും ഇടയിലൊരു വഴിയുണ്ട്, അങ്ങേയറ്റമല്ല ഇങ്ങേയറ്റമല്ല. അതാണ് എപ്പോഴും ശരി. നമ്മളിപ്പോൾ ഒരു രോഗപ്രതിരോധ ശേഷിയുടെ കാര്യം തന്നെ പറയുമ്പോൾ പറയുകയാണ്, നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്താണ്? എക്സ്പോസ്ഡ് ആവുക അല്ലേ? ഇപ്പോൾ ഒരു സ്ഥിരമായിട്ട് മഴ നനയുന്ന ഒരാൾക്ക് പെട്ടെന്ന് മഴ നനഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു പേരൻസിന് ചെയ്യാൻ കഴിയുന്ന കാര്യം കൃത്യമായ ഗൈഡൻസോടുകൂടി നമ്മൾക്കൊരു നേരിടാൻ സാധ്യതയുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളോടും എക്സ്പോസ്ഡ് ആക്കുക എന്നുള്ളതാണ്. എന്നാൽ ആവശ്യമായിട്ടുള്ള കെയറിങ്ങും ഒരു തലോടലും സമാധാനിപ്പിക്കലും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എക്സ്പോസ്ഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഞാനൊരു സുഹൃത്തിനടുത്ത് സംസാരിച്ചപ്പം പറഞ്ഞതാണ്, അതായത് അവനൊരു 2.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു 4.5 വയസ്സ് വരെയുള്ള കളിപ്പാട്ടങ്ങൾ ആ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്തൊക്കെ കിട്ടിയില്ല. അപ്പോൾ അവന് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു. അപ്പനും അമ്മയ്ക്കും അങ്ങനെ അവന് വേണ്ടതൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പറ്റാത്തൊരിത്. അപ്പോൾ അവൻ തന്നെ വളർന്ന് ഒരു പൊസിഷനിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ തന്നെ ഹി സെഡ്, നമുക്ക് കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങൾ, നമ്മളന്ന് വിഷമിച്ച കാര്യങ്ങൾ നമ്മുടെ മക്കൾ വിഷമിക്കരുത്, അതുകൊണ്ട് എനിക്ക് കിട്ടാത്ത എൻ്റെ മക്കൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തെറ്റാണ് എന്നുള്ളതാണോ ഡോക്ടർ പറയുന്നത്? ഞാനൊരു കഥ പറയട്ടെ. ഒരു മോളും അമ്മയും കൊണ്ട് ഒരച്ഛൻ വന്നു.
അവരുടെ പ്രശ്നം വീട്ടിലെ പ്രധാന പ്രശ്നം അമ്മയും മോളും തമ്മിൽ കണ്ണി കണ്ട അടിയാണ്. മോക്കപ്പോൾ ഭയങ്കര ദേഷ്യവും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മോളെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. പക്ഷേ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് എന്ന് പറയുന്നത് 12 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ 12 ഒരു കുട്ടികളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേരൻസിൻ്റെ റിഫ്ലക്ഷനാണ് ഒരു പ്രായം വരെ. ഇപ്പോൾ ഒരു 1-2 വയസ്സ് വരെ പാല് തന്നെ അമ്മയുടെയാണ് കുടിക്കുന്നത്. അപ്പം അമ്മ കഴിക്കുന്നത് തന്നെയാണ് കുട്ടിക്ക് കിട്ടുന്നത്. ഒരു പ്രായം വരെ അമ്മ ചിന്തിക്കുന്നത് തന്നെയാണ് അവളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് പേരൻസിനെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ നമുക്കിത് ഡയറക്റ്റ്ലി ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പതുക്കെ മോളോടാണ് ആദ്യം സംസാരിച്ച് തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എന്താണ് മോളെ പ്രശ്നം? അപ്പോൾ ഈ അമ്മയെ കൊണ്ടങ്ങ് ശല്യമാണ്, ഇങ്ങനെ അങ്ങ് പുറകേ നടക്കും, ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ പുറകേ നടക്കും. അപ്പോൾ മോക്കപ്പം ഭക്ഷണം കഴിക്കാൻ തോന്നാറില്ല. എനിക്ക് തോന്നാറില്ല, അമ്മ അങ്ങ് ശല്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മോക്കപ്പം ഇപ്പം രാവിലെ ഭക്ഷണം കഴിച്ചു, എന്നിട്ട് നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലേ? വിശക്കില്ലേ? ഇല്ല, എനിക്കങ്ങനെ വിശക്കാറില്ല. അതെന്താ? ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവാറില്ല. ഇത് കോവിഡിൻ്റെ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ എന്നാൽ ഓക്കെ പോട്ടെ, മോക്കിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എന്ന് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്ന സമയമാകുമ്പോൾ നമുക്കെന്നാൽ ഭക്ഷണം കഴിക്കാം, ഒരു ചെറിയൊരു വിശപ്പ് തോന്നില്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ഡോക്ടറെ എനിക്കിതുവരെ വിശപ്പേ തോന്നിയിട്ടില്ല, എനിക്ക് വിശപ്പ് എന്തുവാന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഈ വിശപ്പ് ഇപ്പം ആ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എല്ലാ മനുഷ്യനും തോന്നില്ലേ ഒരു ചെറിയ വിശപ്പ്, ഭക്ഷണം കഴിക്കുന്ന ആഗ്രഹം തോന്നില്ല? അത് തോന്നില്ലേ? അതെങ്ങനെയാണ് ഡോക്ടറെ എനിക്ക് തോന്നുന്നത്? ഒന്ന് കാപ്പി കുടിച്ചിട്ട് 9 മണിയാകുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ അമ്മ വരും, മോളെ ജ്യൂസ് കുടി, മോളെ മുട്ട തിന്നെ. അങ്ങനെ 1 മണിക്കൂർ ഇടവിട്ട് എനിക്ക് ഭക്ഷണം കൊണ്ടുതരും ഡോക്ടറെ, എനിക്ക് എങ്ങനെയാണ് വിശക്കുന്നത്? ഇത് കഴിഞ്ഞു, മോളെ വിട്ടു. പിന്നെ പതുക്കെ അമ്മയെ വിളിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പം അമ്മയുടെ ചൈൽഡ്ഹുഡ് വളരെ ട്രോമാറ്റിക്കാണ്. അമ്മയ്ക്ക് കൊച്ചിലെ ഈ പറയുന്ന പോലെ കുറേ ഫാമിലിയിലെ കുറേ പ്രശ്നങ്ങൾ കാരണം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കിട്ടുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല, അല്ലെങ്കിൽ അമ്മ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇത് മോൾക്കുണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മോളെ കുത്തിത്തീറ്റിക്കുന്നത്. അമ്മയ്ക്കൊരു ഭയമാണ്. സത്യം പറഞ്ഞാൽ അമ്മയുടെ ആ ഒരു ഭയവും വിഷമവും ഹീൽ ചെയ്തപ്പോൾ, അതിനെ ക്യൂർ ചെയ്തപ്പം അമ്മ ഈ മോളെക്കുറിച്ചുള്ള ഓവർ കൺസേണിൽ നിന്ന് അമ്മ പുറത്തു വന്നു. മോളും ഹാപ്പി, അമ്മയും ഹാപ്പി, ഒരു സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എന്തൊക്കെ തരം കേസുകളാണ് ഡോക്ടറുടെ അടുത്തേക്ക് ബാധ പിടിപ്പിച്ചിട്ടുണ്ട്? നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ബാധ ഡോക്ടർ നേരിട്ട് വന്ന് എങ്ങനെ ഒഴിപ്പിക്കണം? എങ്ങനെയാണ് അതെങ്ങനെ? ബാധ എന്താ ശരിക്കും? അപ്പോൾ ഈ ബാധ വന്നത് ശരിക്കും പറഞ്ഞ ഒരു മൈഗ്രെയിനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പാറ്റേണിലാണ്. ഒരു പെർട്ടിക്കുലർ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് ഈ തലവേദന വരും, ഭയങ്കര ബുദ്ധിമുട്ട് വരും, എങ്ങും ഇരിക്കാനോ നിൽക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റില്ല. എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങി പോകണം, പോയി ഒന്ന് കുറേ കറങ്ങിയിടാൻ തിരിച്ചു വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ വീണ്ടും ഇത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈക്കോസൊമാറ്റിക് കണ്ടീഷനാണ്, ഒരു ആങ്കറാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ബേസിക് ഇഷ്യൂ എന്ന് പറയാം. ഇൻ ജനറൽ മൈഗ്രെയിനെ കുറിച്ചാണ് ഡോക്ടർ? ഇൻ ജനറൽ മൈഗ്രെയിനെ കുറിച്ച്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഒരു സിമ്പിൾ മൈഗ്രെയിൻ എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ ഇതിനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയ അവസാനം സത്യം പറഞ്ഞാൽ ഒന്ന് ഭയങ്കര പെട്ടുപോയി. അതുപോലത്തെ ഒരു കേസായിരുന്നു ഇത്. കാരണം അത് അവസാനം ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ പുറകെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോയപ്പോൾ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് ഒരു ഡീപ്പായിട്ട് പോകുമ്പോൾ കാണുന്നത് മൊത്തം കുറച്ച് പേടിപ്പെടുത്തുന്നത്. കാരണം ഈ തല കൊണ്ട് ആണി അടിച്ച് കയറ്റുക, കെട്ടിയിട്ട് തല്ലുക, ഇങ്ങനത്തെ കുറേ ഒരു ട്രൊമാറ്റിക് ഇൻസിഡൻസ് ആണ് മനസ്സിൽ വരുന്നത്. അത് പിന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇയാൾക്ക് പിന്നാണ് ഈ ബാധയുടെ കാര്യമൊക്കെ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ബാധ കയറിയതിന് ശേഷം ഈ ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. ഇതൊക്കെയായിരുന്നു ഈ ട്രോമാറ്റിക് ഇൻസിഡൻസ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പുള്ളിക്ക് കോൺഷ്യസ്ലി ഓർമ്മയില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഈ മെഡിറ്റേഷനിലൂടെ കണ്ട് അതിൻ്റെ പെയിനും ഒക്കെ അനുഭവിച്ചു. ഈ പെയിനും ഒക്കെ അനുഭവിച്ച് ഒരു ഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് തീർന്നു എന്ന് കരുതി. പക്ഷേ പിന്നീടാണ് സത്യം പറഞ്ഞാൽ പെട്ടത്. ഈ തലവേദന മാറി, നെഞ്ചിനകത്തൊരു ഘനവും ഭയങ്കര ബുദ്ധിമുട്ടും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ പുള്ളി എൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പറ്റില്ല ഡോക്ടറെ, എനിക്ക് പറ്റുന്നില്ല, ഇപ്പോൾ നേരത്തേനേക്കാ പ്രശ്നമായി, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പുള്ളിക്ക് മനസ്സിലായി തുടങ്ങിയത് എന്തോ ഇത് മുന്നോട്ട് പോകുന്നുണ്ട്, എവിടേക്കോ എത്തുന്നുണ്ട്, പക്ഷേ ഇത് തീരുന്നുമില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ ഇത് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ആ ബാധ കയറിയ ആ ദിവസം നടന്ന കാര്യം ഒരു കഥ പറയാം. അച്ഛൻ കുറച്ച് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അമ്മയായിട്ട് ഒരു വഴക്കുണ്ടാകുന്നതിനിടെ, അമ്മയെ തല്ലുന്നതിനിടയിൽ അയാളുടെ ഒരു ഷട്ടിൽ ബാറ്റ് എടുത്ത് അമ്മയെ തല്ലുന്നതിനിടയിൽ ഇയാൾ ഇടയ്ക്ക് കയറി ചെന്ന് അച്ഛനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പം തള്ളിപ്പോയി, അച്ഛൻ വീണുപോയി. അച്ഛൻ വീണു പോയപ്പോഴത്തേക്ക് ആ വീട്ടിലെ സാഹചര്യം മൊത്തം ഇയാൾക്കെതിരെ അങ്ങ് തിരിഞ്ഞു. ഇയാൾ അച്ഛനെ തല്ലി എന്നുള്ളൊരു സിറ്റുവേഷനായി. അപ്പോൾ ഭയങ്കര ദേഷ്യവും കുറ്റബോധവും ഇതുമൊക്കെ ആയിട്ട് ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി.
വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി എവിടെ ബോധം കെട്ടു വീണു. ആ സമയത്ത് വീടിൻ്റെ അയൽവക്കത്തുള്ള ആരോ മരിച്ചിരുന്നു. അവിടുന്നാണ് ഇയാൾക്ക് ബാധ കയറിയെന്നാണ് പറയുന്നത്. അവിടുന്ന് ഇയാൾ ബാധ കയറുന്നു, നേരെ തിരിച്ചു വരുന്നു, അച്ഛനെ എടുത്തിട്ടങ്ങ് പൊട്ടിച്ചു. അതോടെ അച്ഛൻ അമ്മയെ തല്ലുന്ന നിർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനം ഈ ബാധ എന്ന് പറഞ്ഞ സാധനം അവിടെ സംഭവിച്ച അച്ഛനോടുള്ള ഒരു വല്ലാത്ത ദേഷ്യവും വിഷമവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അവസ്ഥയിൽ അതിനെ ഓവർകം ചെയ്യാൻ അയാൾ കണ്ടെത്തിയ ഒരു ഉപാധി മാത്രമായിരുന്നു ബാധ. പക്ഷേ അതിനകത്തെ തമാശ എന്ന് പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ സെഷൻ ഇടയിൽ ഇതിന് ഈ ഒരു ഘട്ടമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാണുമ്പോൾ ഇയാളിങ്ങനെ ഉള്ളിലിരുന്ന് ഈ ബാധയൊക്കെ സംസാരിക്കുന്നവരില്ല, ഞാൻ വിട്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കില്ലേ, അതേപോലെയൊക്കെ സംസാരിക്കുന്നു. തലയിൽ നിന്ന് വന്ന് ഇങ്ങനെ അവസാനം ഇങ്ങനെ ബാധ കയറിയ ആളുകൾ തലയിൽ നിന്ന് ആണി ഊരിക്കൊണ്ട് പോയതുപോലെ വിഷ്വലൈസ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന അവസാനം അച്ഛനോടുള്ള ദേഷ്യവും വാശിയും എല്ലാം മാറി അച്ഛനെ വളരെ ഭയങ്കര സ്നേഹത്തോടെ ഒരു ഹഗ് ചെയ്യുന്ന പോലൊരു കാര്യമൊക്കെ പുള്ളിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതിനുശേഷം ആ ബാധയും പോയി, മൈഗ്രെയിനും പോയി. അപ്പോൾ ശരിക്കും ഈ ബാധ എന്ന് പറയുന്ന സംഭവം ഇല്ല, ബാധയില്ല, അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ആളുകൾ ബാധ കയറിയതാണ്, ചെകുത്താൻ കയറിയതാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് സത്യത്തിൽ എന്താണ്? ഇത്തരത്തിലുള്ള സൈക്കോസിസുകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ മന്ത്രവാദം, ഇപ്പോൾ നമ്മൾ പറയല്ലേ മന്ത്രവാദം. അപ്പോൾ മന്ത്രവാദത്തിൽ ഇപ്പോൾ ഒരാളെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്, എനിക്ക് നിൻ്റെ ബാധയെ ഒഴിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അയാളെ കൺവിൻസ് ചെയ്തിട്ട് അയാളെ അവിടെ കൊണ്ടിരുത്തി ഭയങ്കര ഒരു കിടൽ അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിൻ്റെ ബാധയെ ഞാൻ ആവാഹിച്ചു എന്ന് അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. അതിനെ ഞാൻ ഇന്ന സ്ഥലത്താക്കി എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. ഒരു കൺവിക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ സൈക്കോതെറാപ്പിയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ചെറിയ പിള്ളേർ 65 വയസ്സുകാരെ പോലെ സംസാരിക്കുന്നു, പണ്ട് നടന്ന കാര്യങ്ങൾ പറയുന്നു, ഇത്തരം കേസുകളില്ലേ, അതെന്താ ശരിക്കും? നമ്മുടെ ഒരു മൈൻഡിൻ്റെ പവർ നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഈ അഹം ബ്രഹ്മാസ്മി ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ സൈക്കോളജിയാണ്, ഒരു മോഡേൺ സൈക്കോളജി എന്നുള്ളതിന് മേലെ. അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ല, എല്ലാം ഒന്നാണ്. അപ്പോൾ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഒരു കോമൺ എനർജി ഉണ്ട്. അതിനെ ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഒരു കാഴ്ചപ്പാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡ് എല്ലാവരിലും കോമൺ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ആ ഒരു ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കണ്ണുകളും എൻ്റെ കണ്ണുകളാണ്, ഈ ലോകത്തുള്ള എല്ലാ അറിവുകളും എൻ്റെയും കൂടെ അറിവുകളാണ്. ഒരാളുടെ മനസ്സിലില്ലാത്ത അറിവുകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അതൊരു വലിയൊരു ഫിലോസഫിക്കൽ തോട്ടാണ്, ഭയങ്കര കോൺസെപ്റ്റാണ്. അതെ. അപ്പോൾ ആ കുട്ടി അങ്ങനെ അകക്കണ്ണ് തുറന്നാൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും എന്നാണ്. അകക്കണ്ണുകൾ തുറക്കുന്നത് ഈ പറയുന്ന പോലെ അതൊരു പ്രോപ്പർ വെയിലാവണമെന്ന് തന്നെയില്ല. പല ഈ സൈക്കോസിസുകളിലും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിസ്ബിഹേവിയറുകളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സൈക്കോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഈ മണിച്ചിത്രത്താഴിൽ കണ്ടിട്ടുള്ള ഇതേ ഉള്ളൂ. ഇപ്പോൾ അതിൽ പറഞ്ഞു കേട്ടില്ല എല്ലാ സൈക്കോസിസും നമുക്ക് ഈ പറയുന്ന ഒരു മെത്തേഡിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. കാരണം പലപ്പോഴും നമുക്ക് സൈക്കാട്രിക് സപ്പോർട്ട് വേണ്ടി വരും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മുടെ ഈ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ തന്നെയാണ്. മറ്റേതൊക്കെ വളരെ റെയർലി ഞങ്ങളുടെ അടുത്ത് വരുന്ന ഇതിനോടൊപ്പം ഇപ്പോൾ ഈ കേസിലൊന്നും ഒരു സൈക്കാട്രിക് സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബാധ ഒഴിപ്പിച്ച കേസിലൊന്നും സൈക്കാട്രിക് സപ്പോർട്ടോട് കൂടിയാണ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയുള്ള കേസുകൾ. കാരണം ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായമില്ലാതെ ഒരു മെഡിസിനിൽ പറഞ്ഞാൽ പലപ്പോഴും ഹാലുസിനേഷൻസും ഡെലൂഷൻസും ഒക്കെ ഉള്ളപ്പം നമ്മളതിനകത്ത് കയറി മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് മെഡിറ്റേഷനും ഇൻട്രോസ്പെക്ഷനും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 2 കാര്യങ്ങളാണ്. പ്രോപ്പർ ഇൻസൈറ്റും വേണം, പ്രോപ്പർ വില്ലിങ്നെസ്സും വേണം. റെഡി ആയിരിക്കണം. ഇത് രണ്ടും ഇല്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ നല്ല സൈക്കോസിസിലൊന്നും ഇതുണ്ടാവില്ല, ഒരു ഇൻസൈറ്റ് ഉണ്ടാവില്ല. കാരണം മൊത്തം ഹാലുസിനേറ്റഡ് ആയിരിക്കും. അപ്പം അന്നേരം അവരെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരു സൈക്കാട്രിക് സപ്പോർട്ട് വേണം. സൈക്കാട്രിക് സപ്പോർട്ടോടുകൂടി ഞങ്ങളുടെ ഇപ്പോൾ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ അവരെ ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ എത്തിക്കുക. പിന്നീട് സൈക്കാട്രിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്ത് പതുക്കെ മെഡിസിൻ ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക. ടേപ്പർ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ വീണ്ടും ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ സൈക്കാട്രിക് ഞങ്ങൾ പുറത്ത്, ഞങ്ങൾക്ക് സൈക്കാട്രിക് വിങ് ഇല്ല. ഞങ്ങൾ പുറത്ത് മറ്റു ഡോക്ടർമാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മിക്കവാറും നമ്മുടെ അടുത്ത് വരുന്ന ഇത്തരത്തിലുള്ള കേസുകളെല്ലാം അവരൊരു ഡോക്ടറുടെ കൺസൾട്ടേഷനിലായിരിക്കും. അവരെ തന്നെ റിലേ ചെയ്യാൻ പറയുകയാണ് ചെയ്യുക. എന്നിട്ട് കാരണം ഒരാൾക്കും ഒരു പേഷ്യൻറ്റിനെ ആജീവനാന്തകാലം മരുന്ന് കഴിപ്പിച്ച് രോഗിയാക്കി കിടത്തണമെന്ന് ആഗ്രഹമില്ലല്ലോ. ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ മെഡിസിൻ ടേപ്പർ ചെയ്യാൻ തന്നെ അല്ല സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഇപ്പം നമ്മളൊരാളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പോൾ അവളുടെ ഹസ്ബൻഡിന് ഭയങ്കര ദേഷ്യമാണ്.
ദേഷ്യം എന്ന് വെച്ചാൽ എന്തിന് ദേഷ്യമാണ്? ഒരു പേന അങ്ങോട്ട് മാറിയിരുന്ന ദേഷ്യം, വീട്ടിലെ ആളുകൾ ഉറക്കം സംസാരിച്ച ദേഷ്യം, അവർ കൃത്യം കാര്യങ്ങൾ ചെയ്യുന്നത് ഇച്ചിരി അങ്ങോട്ടും കൂടെ മാറിയ ദേഷ്യമാണ്. അപ്പോൾ ഇവളും 2 മക്കളും ഈ മുട്ടയുടെ തോടിലൂടെ നടക്കുക, ഗ്ലാസ്സിൽ നടക്കണ പോലെ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ദേഷ്യം വരുത്താണ്ട് നടക്കലാണ്. അപ്പോൾ ഒരാൾ വിട്ടുകൊടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ദേഷ്യപ്പെടുത്താതിരുന്നാൽ കുഴപ്പമില്ലല്ലോ, എന്നെ ദേഷ്യപ്പെടുത്തിയിട്ടല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യവും ഒരു മനുഷ്യനിലും ഒരു വികാരവും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരത്തിനെ ട്രിഗർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഉള്ളിൽ ആ ഒരു സിറ്റുവേഷനാൽ ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു ഇമോഷൻ അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒരു അൺഹീൽഡ്, ഒരു അൺഅറ്റൻഡഡ് ഒരു ഇമോഷൻ കിടപ്പുണ്ട്. അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ അയാളെ ട്രിഗർ ചെയ്യാണ്ടാവും. അതാണ് വേണ്ടത്. അപ്പോൾ അയാളുടെ ഉള്ളിലെ കാര്യങ്ങളാണ് ഹീൽ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇവർ പേടിച്ച് അയാളെ ദേഷ്യപ്പെടുത്താണ്ട് നടത്തിയിട്ട് കാര്യം. അത് ഇവർക്ക് അടുത്ത ട്രോമയാണ്. അത് ഈ കുട്ടികളെ എത്രമാത്രം ബാധിക്കും, ആ കുട്ടികളുടെ കോൺഫിഡൻസിനെ എത്രമാത്രം ബാധിക്കും അല്ലേ? അത് അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ പല കേസുകളും പാരമ്പര്യമാണ്, നിങ്ങൾ പാരമ്പര്യമായിട്ട് ദേഷ്യമുള്ള ആളുകളാണ്, പാരമ്പര്യമായിട്ട് അല്ലേ? കേട്ടിട്ടുണ്ട് ഞാനത്. എല്ലാവർക്കും വീട്ടിൽ ദേഷ്യമാണ്, പാരമ്പര്യമായിട്ട് ദേഷ്യക്കാരാണ്. ജനറ്റിക് ഫാക്ടറിനേക്കാൾ കൂടുതൽ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ബാധിക്കപ്പെടുന്നത് കണ്ടീഷനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ദേഷ്യത്തോടു കൂടി ഈ പെരുമാറുന്ന അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർന്ന ഒരു കുട്ടി, അത് സ്വാഭാവികമായിട്ടും എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അടുത്ത ഘട്ടം? ആ ഒരു ട്രോമ അയാളെ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ ഇനി ദേഷ്യം ഇതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാവും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഭീരുവാവും അല്ലേ? ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാവും. അത് എങ്ങനെ ആകും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഓരോരുത്തരുടെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ജെനറ്റിക്സ്, അയാളുടെ ബേസിക് പേഴ്സണാലിറ്റി എന്ന് പറയില്ലേ, അയാളുടെ ഒരു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനത്തെ ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ഉള്ളവരാണെന്ന് വിചാരിക്കുക. അപ്പം ശരിക്കും നമ്മൾ അത് ഹീൽ ചെയ്യാതെ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വീണ്ടും നമ്മളൊരു മെസ്സ് ക്രിയേറ്റ് ചെയ്യുവാണ് അവിടെ, അല്ലേ? നമ്മൾ ഹീൽഡല്ല, നമ്മളൊരു കല്യാണ ജീവിതത്തിലേക്ക് പോയി വീണ്ടും അവിടെയും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി തന്നെ പോകുന്നവരാണ്. ബട്ട് ഈ ചൈൽഡ്ഹുഡ് ട്രോമ നമുക്ക് എത്രത്തോളം ഹീൽ ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോൾ ഏതൊരു പ്രോബ്ലവും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പല കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് ആ കേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഫീല് ഞങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു റൂട്ട് പിടിച്ചൊരു ചൈൽഡ്ഹുഡിൽ എത്തുമ്പോൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ആ പ്രോബ്ലം ഹീലായെന്ന്. ഞങ്ങളുടെ അവിടെ വരുന്ന എല്ലാ കേസുകളും അതിപ്പോൾ വരുന്നത് ചിലപ്പോൾ ഈ മൈഗ്രെയിൻ ആയിട്ടായിരിക്കാം, ബാക്ക് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ആയിട്ടായിരിക്കാം, ഡിപ്രഷനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ ഡിസീസസ് ആയിട്ടായിരിക്കാം. ചൈൽഡ്ഹുഡിൽ എത്തിയില്ലയോ, ഒരു ചൈൽഡ്ഹുഡിലെത്തി ആ ചൈൽഡ്ഹുഡിൽ അവർ അനുഭവിച്ച കുറേ ട്രോമാസിനെ വരെ ഹീൽ ചെയ്യുന്ന ഒരു തരത്തിലേക്ക്, ആ ഒരു ഡെപ്തിലേക്ക് ആ മെഡിറ്റേഷൻ പോയില്ലയോ, പ്രശ്നം റിമെയിൻസ് അൺസോൾവ്ഡ്. അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തിച്ചിരിക്കും. ഒരാൾ 2 കാര്യമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ വില്ലിങ് ആയിരിക്കണം, ഇൻസൈറ്റ് ഉണ്ടാവണം. ഇപ്പം എനിക്കറിയാവുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ അമ്മയും അപ്പനും തമ്മിലുള്ള അവർ വളർന്നു വരുമ്പോൾ കണ്ടത്, സോ ഈ സ്ത്രീക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ അവളിങ്ങനെ വളർന്നു വന്നു. അവൾക്കൊരു റിലേഷൻഷിപ്പിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല. ഫൈനലി കല്യാണം കഴിച്ചു, ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. ബട്ട് അയാളെ ഫുൾ സംശയം, അത് ഡൈവോഴ്സിൽ അവസാനിച്ചു. പിന്നീട് ഒരു ബന്ധത്തിലേക്ക്, വേറെ ഒരു ബന്ധത്തിലോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല, സംശയമാണ്. ആക്ച്വലി ഇത്തരം സംശയ രോഗങ്ങൾക്ക് ഒരു ട്രോമ തന്നെയാണ്. ഇപ്പോൾ ഇതേ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അമ്മയുടെ മോൾക്ക് 2 തരത്തിൽ പോകാം. ഒന്നുകിൽ ഈ അമ്മ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ളൊരു വിശ്വാസത്തിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഈ അമ്മ ചെയ്യുന്നതുള്ള തെറ്റാണെന്നുള്ളൊരു ധാരണയിൽ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കരുതി ഭയന്ന് ജീവിക്കാം. അതാണ് സംഭവിക്കുന്നത്. മാറ്റാൻ സാധിക്കും. കാരണം ഇങ്ങനത്തെ, അപ്പോൾ ഈ മോളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ട്രോമ ഉണ്ടല്ലോ, ഈ അമ്മ കാരണം ഉള്ളിൽ അക്യൂമുലേറ്റഡ് ആയ കുറേ ഭയങ്ങൾ, അതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇൻ ജനറൽ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ കാലം എത്ര നാളെടുക്കും, എങ്ങനെ അത് ചെയ്യുന്നത്? 1 വീക്കൊക്കെ എടുക്കും. ഒരു മൈൽഡ് കേസ് ഒരു 1 മന്ത്. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ ബാധ കഴിപ്പിച്ച കേസില്ലേ, 27 സിറ്റിങ്സ് വേണ്ടി വന്നു. 27 സിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഒരു 2 to 3 hours ആണ് ഓരോ സിറ്റിങ്ങും. ഇൻറ്റു 27 എത്ര മണിക്കൂർ എടുത്തു, എത്ര ദിവസം എടുത്ത് കാണുമെന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളീ പറയുന്ന പോലെ നുള്ളി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം അൺസോൾവ്ഡ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നമുക്കൊരു വിഷമം വന്നാൽ അത് കരയുന്നു, നമ്മൾ തീരുന്നു, നമ്മൾ എഴുന്നേറ്റ് പോകുന്നു, ഈസിയാണല്ലേ. ഒരു പ്രശ്നം അങ്ങനെ നമുക്ക് സ്വയം അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത് എപ്പോഴാണ്? അത് കോംപ്ലക്സ് ആകുമ്പോഴാണ്.
കോംപ്ലക്സ് ആവുന്നത് പലതരത്തിൽ കോംപ്ലക്സ് ആവും. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഫിയറാണ്. നമുക്ക് ഭയമുള്ളൊരു മുറിയിലേക്ക് നമുക്കങ്ങ് കയറി ചെല്ലാനൊന്നും ഇഷ്ടമല്ല അല്ലേ. അപ്പോൾ നമ്മളങ്ങോട്ട് പോവില്ല, ആ ഭയം അഡ്രസ്സ് ചെയ്യില്ല, അതവിടെ കിടക്കും. അതവിടെ കിടന്ന് അത് എന്താണ് പറയുക, ആ ഭയം അവിടെ അക്യുമുലേറ്റഡ് ആയിട്ട് കിടന്ന് ഇത് നമ്മളുടെ പെർസെപ്ഷനെ സ്വാധീനിക്കാൻ തുടങ്ങും. കാരണം ഈ മനസ്സൊരു ഫിൽറ്റർ പോലെയാണ്. നമ്മൾ കണ്ണുകൊണ്ടൊരു കാഴ്ചയെ കാണുന്നു, മനസ്സിലൂടെയാണിത് ഫിൽറ്റർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബുദ്ധിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന സാധനം, അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ അതിന് യാതൊരു പ്രശ്നവും കാണില്ല, വളരെ ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ മനസ്സിൽ ഈ ഒരു ഭയം കിടക്കുമ്പോൾ അത് മനസ്സിലൂടെ കടന്ന് നമ്മുടെ ബുദ്ധിയിലെത്തുമ്പോൾ അവിടെ ഭയമായി. നമ്മൾ മഞ്ഞക്കണ്ണാടി വെച്ച് കാഴ്ചകൾ കാണുക എന്ന് പറയല്ലേ. മഞ്ഞക്കണ്ണാടി വെച്ച് കണ്ട് ഇത് ഇച്ചിരി മഞ്ഞയാണ്, മഞ്ഞക്കണ്ണാടി വെച്ച് നമ്മുടെ പെർസെപ്ഷൻ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ പെർസെപ്ഷനെ സ്വാധീനിക്കും. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ അടുത്തൊരു ട്രോമയാവും, അടുത്തൊരു ലെയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ ലെയറുകൾ ക്രിയേറ്റ് ചെയ്താണ് ഒരാൾ വളരുന്നതിനോടൊപ്പം ആ ട്രോമയും വളർന്നാണ് അത് വലിയൊരു പ്രശ്നമാകുന്നത്. അപ്പോൾ ഞങ്ങൾ പറയും എല്ലാ പ്രശ്നങ്ങളും ഒരു ഉള്ളിയാണ്. ഒരു ലെയർ പൊളിച്ചാൽ വീണ്ടും അടുത്ത ലെയർ, ആ ലെയറും പൊളിച്ചാൽ അടുത്ത ലെയർ, ഏറ്റവും അവസാനത്തെ ലെയർ പൊളിച്ചാലോ ഉള്ളിയില്ല, പിന്നെ തീർന്നു. അപ്പോൾ നമ്മൾ ഈ ഭയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ പിന്നെ ഈ കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈഗോ. അപ്പോൾ ഈഗോ എന്ന് പറയുമ്പം ഉദാഹരണം പറഞ്ഞാൽ, അത് ഈഗോ എന്ന് പറയുന്ന ആ വാക്ക് കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു വസ്തുവിനോട് തന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് തന്നെ, ഇപ്പം നമ്മളൊരു ചൈൽഡ്ഹുഡ് ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ, ഇപ്പം അമ്മ അല്ലെങ്കിൽ അച്ഛൻ, അവരോട് തന്നെ നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട്. സ്നേഹത്തിനോടൊപ്പം തന്നെ നമുക്ക് അവരോട് നല്ല ദേഷ്യമുണ്ടെന്ന് കരുതിക്കും. സ്നേഹം കാരണം നമുക്ക് പൂർണ്ണമായിട്ടും അവരോടുള്ള ദേഷ്യം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റത്തില്ല. തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ. പ്രോബ്ലം അൺസോൾവ് ആയിട്ട് കിടക്കും. അവിടെ എന്താണ് അവരുടെ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ അവരുടെ ഇടയ്ക്ക് നിൽക്കും അല്ലേ. ഈ ഒരു കോൺഫ്ലിക്റ്റാണ്, ഈഗോ കാരണമാണ് അവർക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഈ ഭയങ്കര ദേഷ്യവും വിഷമവും ഒന്നിച്ച് വരികയാണ്. ദേഷ്യം കാരണം അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിഷമിക്കാനും വയ്യ, വിഷമം കാരണം ദേഷ്യപ്പെടാനും വയ്യ. അപ്പോൾ ഇങ്ങനത്തെ കോംപ്ലക്സിറ്റീസ് വരുമ്പോഴാണ് ഈ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു മെത്തേഡും കുറച്ച് ഡിഫറെൻ്റാണ്, ഒട്ടും ജഡ്ജ്മെൻ്റൽ അല്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഈ യോഗയിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് നമ്മുടെ യോഗയിൽ 4 ഘട്ടങ്ങളാണ്. പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന് പറഞ്ഞിട്ട് 4 ഘട്ടങ്ങളാണുള്ളത്. ഇതിൽ ഈ പ്രത്യാഹാരം, ധാരണ എന്ന് പറയുന്ന ഘട്ടത്തിനെ ഞങ്ങൾ ഒരു കൗൺസിലിംഗ് ടെക്നിക്കിലൂടെ എത്തിക്കുകയും പിന്നെ ധ്യാനവും സമാധിയിലേക്ക് പിന്നെ അവിടെ നിന്ന് ധ്യാനത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ധ്യാനത്തിലേക്ക് നമ്മളൊരു കൗൺസിലിംഗ് സെഷനിലൂടെ, ഒരു കൗൺസിലിംഗ് ടെക്നിക്കിലൂടെ ഒരാളുടെ പ്രശ്നത്തിൻ്റെ ഒരു ബേസിക് ഇമോഷനെ തോണ്ടി വെളിയിലിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ധ്യാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ധ്യാനിപ്പിച്ച് കഴിഞ്ഞാൽ, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിരീക്ഷിക്കുക. ധ്യാനം എന്ന വാക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വാക്കിൽ നമ്മളെല്ലായിടത്തും കേൾക്കുന്നൊരു വാക്കാണ് അവെയർനെസ്. ഞങ്ങൾ പരമാവധി ആ പ്രോബ്ലത്തിന്, ആ ഇമോഷനെക്കുറിച്ചുള്ള അവെയർനെസ് മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഇമോഷനും റിയൽ അല്ല. അതൊരു ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു അടിസ്ഥാന കൺസെപ്റ്റാണ്, സർവം മായ ജഗത് മിഥ്യ. ഒന്നും റിയൽ അല്ല, എല്ലാം മായയാണ്. അപ്പോൾ ഒരു സാധനം മായയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് 100% അവെയർ ആവണം. 99% മാത്രം അവെയറായിട്ട് നിന്നാൽ പോലും 1% ഡൗട്ട് കിടക്കാണ് ഇനി അതോടെ ഉണ്ടോ എന്നുള്ളത്. 100% അവെയർ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദെയർ. അങ്ങനെ അവസാനം സ്വാഭാവികമായിട്ട് നമ്മൾ അതുവരെ വലിയ പ്രശ്നമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനം, ഭയങ്കര ഇമോഷണലി ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു സാധനം, ദേഷ്യമോ വിഷമമോ ഭയമോ ഒന്നുമില്ലാതെ സമമായിട്ടുള്ള ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് സമാധി. ഞങ്ങൾക്ക് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഈ സമാധി എന്ന് പറയുന്ന സാധനം അറ്റൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വിടുന്നത്. അപ്പോൾ ഈ സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാഷായ വസ്ത്രം ഇട്ട് രുദ്രാക്ഷം അണിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കും. അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ജീൻസും ടീഷർട്ടും ഇട്ട് ടോയ്ലറ്റിൽ ഇരുന്ന് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അല്ലാതെ ഈ മലയുടെ മുകളിൽ കയറിയിരിക്കുകയോ രുദ്രാക്ഷം അണിയോ ഒന്നും വേണ്ട. അതൊക്കെ ഗിമിക്കുകളാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഉള്ള കേസസ് പലതും കണ്ടുമ്പോൾ നമ്മൾ മാനസിക രോഗി അല്ലേ, സ്വയം നിയന്ത്രിക്കാൻ വയ്യാത്ത, അങ്ങനെ സ്ട്രെസ്സിൽ നിന്ന് വന്നതാണെങ്കിലും എല്ലാം അങ്ങനെയുള്ള പേരിട്ട് നമ്മൾ വിളിക്കും. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിന് വന്നു കഴിയുമ്പം സ്ട്രെസ്സിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര മോശം, അവന് ഭ്രാന്തിൻ്റെ ചികിത്സയ്ക്ക് പോയി എന്നൊക്കെ കളിയാക്കി പറയുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ട്രെസ്സ്, അതിൽ ശരീരം വേദന, അതിൻ്റെ റീസൺ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഹീൽഡ് ആവാൻ സാധിക്കുമോ? പൂർണ്ണമായും ഹീൽഡ് ആവാൻ സാധിക്കും. നമുക്കവിടെ വരുന്ന ഇപ്പോൾ ചെറിയ കേസുകളുടെ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പം നടുവിന് വേദന തന്നെ 15 വർഷമായിട്ട് ചികിത്സിക്കുന്നു, 20 വർഷമായിട്ട് ചികിത്സിക്കുന്നു, 10 ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവർ വരുമ്പോൾ തന്നെ മിനിമം ഒരു 10 MRI എങ്കിലും കാണും കയ്യിൽ. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതും ഹീൽ ചെയ്യുന്നതും. കാരണം അതിലൊക്കെ ഒരു ശരീരത്തിൽ തൊടാതെ ട്രീറ്റ് ചെയ്ത ബാക്ക് പെയിൻ കേസുകളുണ്ട്. ശരീരത്തിൽ തൊടാതെ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ച് മാത്രം ട്രീറ്റ് ചെയ്ത ബാക്ക് പെയിൻ കേസുകളുണ്ട്.
അത് അത്ഭുതകരമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിള്ളേരെ കൊണ്ടുവരുവാണെങ്കിൽ ടീനേജേഴ്സിലേക്ക് ഒത്തിരി സ്ട്രെസ്സ് നമ്മൾ കേൾക്കുന്നുണ്ട് പിള്ളേർ പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പിള്ളേരിൽ കാണുന്ന സ്ട്രെസ് എന്താണ്? പിള്ളേരിൽ ഈഗോ, ഇത് പേരൻസുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം തന്നെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ ഈ കുട്ടികളിൽ ഒരു ടീനേജ് ആവുന്നത് വരെ സ്വന്തമായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഈഗോ ഒന്നുമില്ല അല്ലേ. എന്താണ് പേരൻസ് പറയുന്നത്, അതിന് ശേഷമാണ് അവർക്കൊരു ഈഗോ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈഗോ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ പക്ഷേ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. അതായത് ഡ്രൈവിംഗ് അറിയാത്ത ഒരാളുടെ ഒരു നല്ല പവറുള്ളൊരു വണ്ടി കിട്ടിയൊരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ പേരൻസിൻ്റെ ഒരു പ്രശ്നം, പേരൻസ് അതുവരെ ഇതിരുന്ന പോലെ തന്നെ ഈ തീരുമാനങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യിക്കാനും അനുസരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ പഴയൊരു ജനറേഷനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ വെൽ അവെയറാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. കാരണം എല്ലാവർക്കും വിരൽ തുമ്പി കിട്ടും. അപ്പോൾ അവരെ നമുക്കൊരു കാര്യവും പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതെ, ഒന്നും പറ്റില്ല. അവർക്ക് പക്ഷേ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയാണ് കാര്യം എന്നവർക്ക് കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു കഥ പറയാം. ഭയങ്കര രസമുള്ളൊരു കഥയാണ്. ഒരു മോള് ഈ പറഞ്ഞ പോലെ അമ്മയും മോളും തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ മോളിങ്ങനെ എന്നോട് വന്നിരുന്ന ഒരു ദിവസം കഥ പറഞ്ഞാണ്, ഡോക്ടറെ എനിക്ക് ഫിസിക്സ് പഠിക്കണം, ബയോളജിയും പഠിക്കണം, എനിക്കിത് 13 വയസ്സുള്ള മോളാണ്, ഇത് രണ്ടും എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തിനാ മോൾ ഇത് രണ്ടും പഠിക്കുന്നത്? അത് മറ്റേ മാർസ് മിഷനെക്കുറിച്ചൊക്കെ ഡോക്ടർ കേട്ടിട്ടില്ലേ? അപ്പോൾ മാർസിൽ പോയി നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ അവിടെ ആസ്ട്രോഫിസിക്സും വേണം, ബയോളജിയും വേണം. അപ്പം എനിക്കിത് പഠിക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ നീ ഇത് ചിന്തിക്കുന്നത് അസാധ്യ സാധനമാണ്. ഇങ്ങനെയൊക്കെ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ പറയുമ്പോൾ തന്നെയല്ലേ രോമാഞ്ചം, അത്ര ഒരു ഭയങ്കര സന്തോഷം തോന്നി. അന്നേരം പറഞ്ഞു ഡോക്ടറെ, പക്ഷേ ഞാൻ ഇത് പറയുമ്പോഴേ എൻ്റെ അമ്മ എന്നോട് പറയുക നീ ഒന്നെങ്കിൽ ഫിസിക്സ് പഠിക്കുക അല്ലെങ്കിൽ ബയോളജി പഠിക്കുക, ഇത് രണ്ടും കൂടെ എങ്ങനെ ഒരു മനുഷ്യൻ പഠിക്കുന്നതെന്ന്. അവിടെ ആരാ പ്രശ്നം? ഉറപ്പായിട്ടും കൊച്ചല്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ടീനേജ് പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം ഞങ്ങൾ എപ്പോഴും പറയാം, ഒരു പ്രായം, നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രായം വരെ കുട്ടികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് പേരൻസിനാണ്. കുട്ടികളെ വെറുതെ പിടിച്ചിരുത്തി കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. പിള്ളേർ വേണ്ടി തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുള്ളൂ പ്രശ്നം ഇവിടെ നിന്നല്ല, മൂലകാരണം മറുവശത്ത് കിടക്കാന്ന്. അപ്പോൾ ടീനേജേഴ്സിൽ പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഡോക്ടർ എടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നത് പിന്നെ എന്തിനൊക്കെയാണ് ഈ ടീനേജേഴ്സിനെ കൊണ്ടുവരുന്നത്? സ്കോളിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട്, അതൊരു സൈക്കോസൊമാറ്റിക് കണ്ടീഷനൊന്നും അല്ല, പക്ഷേ സ്കോളിയോസിസ് എന്ന് പറയും, നട്ടല് വളവെന്ന് പറയും. നട്ടല് വളഞ്ഞു പോകുക. ഈശോ ഇരിക്കുന്നതിൻ്റെയാണോ? അതെ, ഈ ഇരിക്കുന്നത് ഒരു പോസ്റ്റർ ഒരു കാരണമാണ്, പോസ്റ്റർ ഒരു കാരണം മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഈ സ്കോളിയോസിസ് പേഷ്യൻസ് നമുക്ക് വന്നിട്ടുള്ള കോവിഡിൻ്റെ സമയത്താണ്. അതായത് കുട്ടികൾ ഈ പെട്ടെന്ന് ഈ ടീനേജിൽ പ്രായപൂർത്തിയാവുന്നൊരു സമയമുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് നീളം വെക്കും. പെട്ടെന്ന് നീളം വെക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പെൺകുട്ടികളാണ് പെട്ടെന്ന് നീളം വെക്കുന്നത്. ആൺകുട്ടികൾ ഒന്നുകൂടെ ഒരു താളത്തിലാണ് നീളം വെക്കുന്നത്. പിന്നെ ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളുടെ ശരീരഘടനയ്ക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഒരു മസിൽസിനൊക്കെ ഒന്നുകൂടെ വീക്കായിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരം. അപ്പോൾ ഈ പെട്ടെന്ന് പെൺകുട്ടികൾ നീളം വെച്ച് പോകുന്ന ആ ഒരു സമയത്ത് അതിനെ താങ്ങി നിർത്താൻ മസിൽസിന് പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ മോശമാണെന്ന് കരുതി എപ്പോഴും ഇരിക്കുക. അപ്പോൾ കോവിഡിൻ്റെ സമയത്തെ കാര്യം പറയാൻ കാരണം, കോവിഡിൻ്റെ സമയത്ത് ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് TV കാണുന്നു, അവിടെ ഇരുന്ന് തന്നെ പഠിക്കുന്നു, അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അപ്പോൾ അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ ഒരു സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അതിനോടൊപ്പം സ്പൈൻ നീളം വെച്ച് പോവുകയും ചെയ്യാം. സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പ്രോപ്പറായിട്ട് ഈ മസിൽസിന് പറ്റാത്ത ഒരു സാഹചര്യം വരും, ഒരു വശത്തേക്ക് വളഞ്ഞു പോകും. എന്നാൽ ചെറിയൊരു ഡീവിയേഷൻ വന്നു എന്ന് കരുതുക. ചെറിയൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ വശത്തേക്കായിരിക്കും കൂടുതൽ ലോഡ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്. വളവ് കൂടി വരും. അങ്ങനെ ഇതൊരു 1-2 മാസം കൊണ്ട് 30-40 ഡിഗ്രിയൊക്കെ ഒരു കോപ്സ് ആംഗിൾ വരുന്ന പോലെ വളവ് കൂടും. ഭയങ്കര വ്യത്യാസം വരില്ലേ? ഭയങ്കര വ്യത്യാസം വരും. അപ്പം അന്നേരമാണ് ഇത് ആളുകൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതപ്പോൾ നേരെ നമ്മളിപ്പോൾ ഒരു അലോപ്പതിയിൽ ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 40 ഡിഗ്രി അബോ ഒക്കെ ഉള്ളതാണെങ്കിൽ സ്പൈനൽ ഫ്യൂഷൻ സർജറി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ബേസിക്കലി ഈ സാധനം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കാരണം ഇപ്പം ഇതിൻ്റെ ഒരു കുട്ടികൾ ഇതിനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് പണ്ടുള്ളവരെ അപേക്ഷിച്ച്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കോർ സ്ട്രെങ്ത് ഇല്ല. കാരണം നല്ല കോർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ സ്പൈൻ നീളം വെച്ച് പോകുമ്പോൾ അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ മസിൽസിന് പറ്റും. അതായത് നമ്മൾ ഈ സ്കോളിയോസായിട്ട് വരുന്ന കുട്ടികളെ മലത്തി കിടത്തിയിട്ട് 2 കാലും ഒന്ന് ഉയർത്താൻ പറയുന്നത് യോഗയിൽ മേരുദണ്ഡാസനം എന്ന് പറയും, പൂർണ്ണ മേരുദണ്ഡാസനം. ഇത് ചെയ്യാൻ പറയും. സ്ട്രെയിറ്റ് ലെഗ് റേസ് എന്ന് പറയും ഇതിൽ. ഈ സ്ട്രെയിറ്റ് ലെഗ് റേസ് ചെയ്യുമ്പോൾ മലന്ന് കിടന്നിട്ട് 2 കാലും മുട്ട് വളയ്ക്കാതെ ചേർത്ത് വെച്ചിട്ട് പൊക്കാൻ 90% കുട്ടികൾക്കും പറ്റാറില്ല. ഞാൻ പറയുന്നത് 12 വയസ്സിനും ഒരു 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കാര്യമാണ്. പറ്റാറില്ല. ഇപ്പോഴത്തെ ജനറേഷന് പറ്റാറില്ല.
ഒന്നോർത്ത് നോക്കി, ഇപ്പം നമ്മുടെയൊക്കെ നമ്മളത്ര പഴയ ജനറേഷൻ അല്ല ഞാൻ പറയുന്നത്, എന്നാലും മൊബൈലിന് മുമ്പുള്ള ഒരു ജനറേഷൻ, ഒരു ചെറിയൊരു വീടും ഒരു ഷെയ്ഡും ഒക്കെ ഉള്ളൊരു വീടാണെങ്കിൽ അതിൻ്റെ മേളിൽ കയറാൻ നമുക്കൊരു കോണിയും വേണ്ട, പിന്നെ അല്ലാണ്ട് വലിഞ്ഞു കയറും. മരത്തെ കൂടെ കയറി പോയിട്ടുണ്ട്. അതെ, ഇത് മലന്ന് കിടന്ന് 2 കാലും പൊക്കാൻ പോലും പറ്റത്തില്ല. അത്ര കോർ സ്ട്രെങ്ത് ഇല്ലാത്ത കുട്ടികളാണ് ഈ സ്കോളിയോസിൻ്റെ എന്താ പറയുക, സ്കോളിയോസിസ് കൂടുതലും ബാധിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളപ്പോൾ അതിന് ഈ യോഗ അങ്ങനത്തെ മാനിപ്പുലേഷൻസ് ചെയ്ത് ഈ സ്പൈനിനെ സംബന്ധിച്ചിപ്പം ഫോർവേഡ് ബെൻഡിങ്, ബാക്ക്വേർഡ് ബെൻഡിങ്, ലാറ്ററൽ ബെൻഡിങ്, ട്വിസ്റ്റിംഗ്, ഇങ്ങനത്തെ മൂവ്മെൻറ്റുകളും സ്ട്രെങ്തനിങ് സാധനങ്ങളും സ്ഥിരം ചെയ്യിച്ച് സ്പൈനിനെ റിയലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു 20 ഡിഗ്രി വരെയൊക്കെയുള്ള മൈൽഡ് സ്കോളിയോസിസ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റും. മറ്റ് അണ്ടർലൈങ് കോസുകളൊന്നും ഇല്ലെങ്കിൽ ഇഡിയോപ്പതിക് സ്കോളിയോസിസ്. 40 ഡിഗ്രിക്കൊക്കെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്സ് ആംഗിൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഗ്രഷനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഫുള്ള് റെഡിയാക്കാൻ പറ്റില്ല. പക്ഷേ നല്ല സർജറി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കോളിയോസിസ് ഞങ്ങളൊരു മറ്റ് സ്ഥാപനങ്ങളിലധികം മാനേജ് ചെയ്യാതെ ഞങ്ങൾ യൂണീക്കായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഡോക്ടർ സ്കോളിയോസിസ് അവിടെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 പേഷ്യൻസ് അല്ല ഡോക്ടർക്ക് വരുന്നത്. സ്കോളിയോസിസ് നമ്മളിപ്പോൾ ഒരു 200 പേഷ്യൻറ്റെങ്കിലും മിനിമം ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് മാനേജ് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ. അപ്പോൾ അത്രയധികം ടീനേജേഴ്സിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അത്രയധികം കണ്ടുവരുന്നുണ്ടെന്ന് മാത്രമല്ല, ഇതൊരു ഭയങ്കര നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പേരൻസും അറിയുന്നത് അവരുടെ കുട്ടിക്ക് ഇത് സംഭവിച്ചതിന് ശേഷമാണ്. അപ്പം ഞാനിപ്പോൾ പറയാമല്ലോ, ഞാനിപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോന്, അവനിപ്പം 11 വയസ്സ്. അപ്പോൾ ഞാനിപ്പോൾ അവനെ കാണുമ്പോൾ എപ്പോഴും അവൻ്റെ പുറത്ത് ഇങ്ങനെ തലോടി നോക്കും, അല്ലെങ്കിൽ നമ്മളിത് സ്ഥിരം കാണുമ്പോൾ നമുക്ക് എന്തൊരു സ്നേഹമാണ്, നമുക്കൊരു പേടിയുണ്ടല്ലോ, അപ്പം തലോടി നോക്കും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പം തന്നെ അപ്പോൾ എനിക്കപ്പം തന്നെ എന്താ പറയുക, അന്നേരം വൈഫ് പറഞ്ഞു എന്നോട്, ചേട്ടൻ എന്തിനിങ്ങനെ നെർവസ് ആവുന്നേ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനത്തെ ഇത്തിരി കേസ് കാണുമെങ്കിൽ നമ്മളിത് പേടിക്കുന്നുണ്ട്. ഇവനെ കാണുമ്പോൾ എല്ലാം നോക്കും. പക്ഷേ ഇവനിത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നെർവസായി. പിറ്റേന്ന് തന്നെ ഇവനെ കൊണ്ട് എക്സ്റേ എടുത്തപ്പം 6 ഡിഗ്രിയേ ഉള്ളൂ. പക്ഷേ ആ 6 ഡിഗ്രി ഉണ്ട്. പക്ഷേ ഞാൻ പറയാം, ഞാൻ 200-ന് മേലെ കേസുകൾ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കാണുന്ന ഏറ്റവും കോപ്സ് ആംഗിൾ കുറഞ്ഞ സ്കോളിയോസിസ് ആണത്. എല്ലാ ആഴ്ചയും തൊട്ട് നോക്കിയിട്ട് അത് ആ ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് അവൻ എന്നിട്ട് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട. അവനെ എന്നിട്ടിപ്പം നമ്മൾ യോഗയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അവനിപ്പോൾ എന്നിട്ട് ഇത്തവണ അവനെ വന്നിട്ട് നമ്മൾ പല പൊസിഷനിൽ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീക്കെൻഡിൽ ഈ ശനിയാഴ്ച അവനെനിക്ക് അടുത്ത ഫോട്ടോ എടുത്ത് ചേട്ടത്തി അയച്ചു തന്നു. അതിലവൻ ഇപ്പോൾ തന്നെ മാറ്റമുണ്ട്. കാരണം അത്ര സിമ്പിളായിട്ട് ഇയർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. 5 പൈസയുടെ ചിലവില്ലാതെ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ അവയർനെസ് കുറവ് കൊണ്ട് ഇത്ര കോംപ്ലക്സ് ആയി ആ കുട്ടികളുടെ ഒരു കോൺഫിഡൻസിനെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ ഒരു കോസ്മെറ്റിക് പ്രോബ്ലമാണ് അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപാട് ടീനേജേഴ്സ് നടക്കുന്നതിൻ്റെ മനസ്സിലൂടെ എനിക്കറിയാവുന്ന തന്നെ പലരും നോക്കുമ്പോൾ ചെറിയൊരു വളവിലൂടെ നടന്നു പോകുന്ന പല പിള്ളേരെ എനിക്കറിയാം. അത് റീസെൻ്റ്ലി ഞാൻ എന്നിട്ട് വിചാരിച്ച പിള്ളേരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണോ ഇങ്ങനെ ഇച്ചിരി ഏറ്റവും വലിയ പ്രശ്നക്കാരനാരെന്നറിയാം ഇക്കാര്യത്തിൽ? മോഹൻലാൽ. സത്യം. കാരണം എല്ലാ പേഷ്യൻസും വരുമ്പോൾ പറയുന്നതാണ്, ഞങ്ങളിങ്ങനെ അവളെ കളിയാക്കുമായിരുന്നു കുറച്ച് നാളായിട്ട്, നീ എന്താ മോഹൻലാലിനെ പോലെ നടക്കുന്നത്. കാരണം മോഹൻലാൽ നമ്മുടെ ഒരു ഐക്കണല്ലേ. അപ്പോൾ മോഹൻലാലിനെ പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രെഡിറ്റാണ്. അതിനെ അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് കണ്ട് അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ഇവർക്ക് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ അത് നോക്കണം, നമ്മൾ അറിഞ്ഞ് ശ്രദ്ധിച്ചാൽ ശരിയാവും. കാരണം ഡോക്ടർ ഇപ്പം അറിയാവുന്നതുകൊണ്ടാണ് അവനെ പോയി ശ്രദ്ധിച്ചത്. ഞാൻ പക്ഷേ ഇപ്പോൾ പലരെയും വീട്ടിൽ ചെന്ന് ആദ്യം തന്നെ മോനെ ഒന്ന് നേരെ നിർത്തി നോക്കണം, നിനക്കൊരു വളവ് അല്ല സീരിയസ്ലി. ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. അപ്പോൾ ടീനേജേഴ്സിൽ പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി പിന്നീട് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും ഒബീസിറ്റിയാണ്. അതായത് ഇപ്പോൾ എൻ്റെ മോൻ്റെ ക്ലാസ്സിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അവൻ്റെ ക്ലാസ്സിലുള്ള പല കുട്ടികളും പെൺകുട്ടികൾ എന്നെക്കാളും വലിയ കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താ ഡോക്ടർ? ഈ ശരീരഭാരം എന്തുകൊണ്ടാണ് ഈ തലമുറയ്ക്ക്? ഹോർമോണൽ വ്യത്യാസങ്ങൾ, കാരണം ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈൽ, ഇത് രണ്ടുമാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം, ഇപ്പം ഏതൊരു അസുഖം എടുത്താലും 2 കാരണങ്ങളേ ഉള്ളൂ: സ്ട്രെസ്സും ലൈഫ് സ്റ്റൈലും. സ്ട്രെസ്സ് ആ പ്രായത്തിൽ പിള്ളേർക്ക് വരേണ്ട കാര്യമുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരു സമപ്രായത്തിലുള്ള ആളുകൾ ഷെയർ ചെയ്യാനുണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും വേണ്ടത്. നമുക്കിപ്പം വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമപ്രായത്തിലുള്ള ആളുകൾ ഉണ്ടാവണം നമുക്ക് ഷെയർ ചെയ്യാൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കുറവാണ്. പിന്നെ ഈ പിയർ പ്രഷർ, കാരണം ഇവരൊരു പറഞ്ഞില്ലേ ഒരു ഈഗോ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന പ്രായമാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയത്തില്ല. റിബലിയസ് നേച്ചർ വന്നു തുടങ്ങും. അതിൻ്റെ കൂടെ ഈ പിയർ പ്രഷർ, പിന്നെ ഈ 10ാം ക്ലാസ്സൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുള്ള പേടിപ്പീരുകൾ, അങ്ങനെ
കുട്ടികളിൽ നല്ല സ്ട്രെസ്സുണ്ട്. ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരുന്ന പിള്ളേരാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ചെറിയൊരു വളവ് ഇത്ര ഡിഗ്രി വരെയുള്ള ഇതിന് വരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു 30 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ നമുക്ക് സർജറിയുടെ ആവശ്യമില്ല. എത്ര ഡിഗ്രി ആണെങ്കിലും നമുക്ക് അവർക്കിതൊരു കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ആക്കണം അങ്ങനൊരു അതിയായ ആഗ്രഹമില്ലെങ്കിൽ അതിൻ്റെ കോപ്സ് ആംഗിൾ കൂടാതെ പിടിച്ചു നിർത്തിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞാലും മതി. അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അതിന് ട്രീറ്റ്മെൻറ്റ് എത്ര നാളെടുക്കും? അവിടെ വന്നു കഴിയുകയാണെങ്കിൽ എത്ര നാൾ കൊണ്ട് ഒരു നോർമൽസിയിലോട്ട്? ഞങ്ങൾക്കൊരു വർഷം കൊണ്ട് കിട്ടുന്ന ഒരു റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10 ഡിഗ്രിയാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ. 10 ഡിഗ്രി റിഡക്ഷൻ. അപ്പം ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും വളവ് വർദ്ധിക്കാനിടയുള്ളൊരു സാധനമാണ് ഈ സ്കോളിയോസിസ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വർഷം നമ്മളൊരു എക്സ്റേ എടുക്കുമ്പോൾ ഒരു 40 ഡിഗ്രി ആണെങ്കിൽ അടുത്ത വർഷം എടുക്കുമ്പോൾ 50 60 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു 10 ഡിഗ്രി കുറയ്ക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൂടാനുള്ള സാധ്യതയെ ഓവർകം ചെയ്താലേ ഈ 10 ഡിഗ്രി കുറയ്ക്കാൻ പറ്റുള്ളൂ. അതെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇത് കുറയ്ക്കണമല്ലോ. അതിലപ്പോൾ അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വളർച്ചയുടെ ഘട്ടത്തിൽ ഇമ്മീഡിയറ്റ് നീളം വെച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റേ ഇല്ല. എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തുക. കാരണം ഭയങ്കരമായിട്ട് നീളം വെക്കുന്ന ഒരു പ്രായത്തിൽ, ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്രായത്തിൽ പ്രോഗ്രഷൻ ഭയങ്കര ഫാസ്റ്റായിരിക്കും. അപ്പോൾ ഇത് റിഡക്ഷൻ എന്ന് പറയുന്നൊരു സാധനം പോസിബിൾ അല്ല, അറസ്റ്റ് ചെയ്യുക. ഈ പൊക്കം വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ പൊക്കം എന്ന് പറയുന്നൊരു സംഭവം പാരമ്പര്യമാണ് എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ടേക്കുന്നത്. റീസെൻ്റ്ലി ഞാൻ പക്ഷേ പല സ്ഥലങ്ങളിലായിട്ട് വായിക്കുന്നു പൊക്കം കൂടാനുള്ള ഭക്ഷണങ്ങളുണ്ട്, പൊക്കം നമുക്ക് അല്ലാതെ സർജിക്കലി അല്ലാതെ പൊക്കം വെക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? കുറച്ചൊരു ഇതില്ലേ, നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ചില സ്ട്രെച്ചിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഗ്രോത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാതെ അതുകൊണ്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് നീളം വെച്ച് പോവും. അതൊക്കെ വളരെ ചെറിയ ഡിഫറൻസുകളെ ഉണ്ടാക്കുകയുള്ളൂ, ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാക്കില്ല. അതുപോലെ ഇത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥ അതായത് ഇപ്പം ഒരു രാജാവിൻ്റെ മകന് അവനെ ഇത്ര നാളത്തെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആയുർവേദത്തിന് വിട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മൊത്തം ചർമ്മം മുഴുവൻ മാറി പുതിയൊരു ചർമ്മമായി വന്നു. അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ആയുർവേദത്തിൽ ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കായകൽപ്പ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സകളെ കുറിച്ചാണ് ഈ പറയുന്നത്. പക്ഷേ അതൊന്നും ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. അല്ല, അത് ശരിക്കും ഉള്ള ചികിത്സയാണത്, ഉള്ളതാണ്, ആയുർവേദത്തിൽ പറയുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. അതായത് നമ്മൾ ആ പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിനെ റിജുവിനേറ്റ് ചെയ്യുക, അയാളുടെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ ബൂസ്റ്റ് ചെയ്യുക, അയാളുടെ ഒരു ശരീരത്തിൻ്റെ റിപ്പയറിങ് മെക്കാനിസത്തിനെ ബൂസ്റ്റ് ചെയ്യുക, മൊത്തത്തിലൊരു ശരീരത്തിനെ ഒന്ന് എനർജൈസ് ചെയ്യുക. എനർജൈസ് ചെയ്യുമ്പോൾ ശരീരം മൊത്തം സ്കിന്നായാലും നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയാലും ഇമ്മ്യൂൺ മെക്കാനിസം ആയാലും ഡൈജസ്റ്റീവ് സിസ്റ്റം ആയാലും എല്ലാം ഒന്ന് എൻഹാൻസ്ഡ് ആവും. ശരിക്കും പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഏജ്, ഒരു 3 to 5 ഇയേഴ്സ് ബയോളജിക്കൽ ഏജ് വരെ ടെമ്പററി ആയിട്ട് റിവേഴ്സ് ചെയ്യും. അങ്ങനെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആയുർവേദ എണ്ണകൾ തന്നെ ആയിരക്കണക്കിന് ഓരോ ആളുകളുടെ ഓരോ തരം എണ്ണ ഇറക്കുന്നു. ശരിക്കും ഈ എണ്ണ വെച്ചിട്ട് മുടി വളരുമോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു മുടിയുടെ കണ്ടീഷൻ ചെയ്യാന്ന് പറയില്ലേ, നമുക്കങ്ങനെ കുറേ ഒരു കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി ഈ എണ്ണ നമ്മളെ ഒത്തിരി സഹായിക്കുന്നൊരു സാധനമാണ്. ഈ ഹെയറിൻ്റെ സ്ട്രെങ്ത്തിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ നമ്മുടെ ശരീരത്തിനൊരു ജന്മനാ സാത്മ്യമായിട്ടുള്ളൊരു സാധനമാണ് സ്നിഗ്ധത. നമ്മുടെ ആ ഒരു സ്നിഗ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ഒരു വെഴുവെഴുപ്പില്ലേ, നമ്മളൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ ഒരു കുഴമ്പ് പോലൊരു സാധനത്തിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നറിഷ്മെൻറ്റിന് ഭയങ്കര ഗുണമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ശരീരത്തിനെ മൊത്തത്തിൽ നറിഷ് ചെയ്യും. അതുകൊണ്ടാണ് ഈ നമ്മൾ പ്രായമാകുന്ന എല്ലാ സാധനവും ഉണങ്ങുകയാണ് ചെയ്യുന്നത്, മരമായാലും ഇലയായാലും. അപ്പോൾ ഇതിനെ നറിഷ് ചെയ്ത് കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ആ ഉണക്കം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു ഡീജനറേഷനെ നമുക്ക് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ പറ്റും. അതൊരു മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ മുടി കൊഴിച്ചിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇപ്പം ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു മുടി കൊഴിച്ചാണ് എത്ര എണ്ണ തേച്ചിട്ട് ഒരു കാര്യമില്ല. അതേസമയം ഈ പറയുന്ന തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള, എനിക്കിപ്പം പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛന് കഷണ്ടിയുള്ള ഒരാളാണ്. എൻ്റെ ഒരു 12 ഞാനൊരു +2 പഠിക്കുന്ന സമയത്തൊട്ട് എല്ലാവരും പറയാം എൻ്റെ മുടി ഇപ്പം തീരും. പക്ഷേ ഞാൻ അന്ന് തൊട്ട് ഈ നീലിഭൃങ്ങാതി എന്ന് പറയുന്ന എണ്ണയില്ലേ, അത് അന്നും ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഞാൻ തന്നെ ഉപയോഗിച്ച എണ്ണയുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ബാച്ച് പ്രൊഡക്ഷൻ ആയിരിക്കുമേ. പക്ഷേ അതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിലിനെ അങ്ങ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്.
പുതിയതായിട്ട് പോയ ഫോളിക്കിൾ കിളിച്ചു വരിക, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഈ മാർക്കറ്റുകളിലും പല എണ്ണകളും കണ്ടില്ല. അതൊക്കെ ഗിമിക്കുക, ഒന്നും നടക്കില്ല, ഇമ്പോസിബിളാണ്. ബട്ട് യു കൻ ഡെഫിനറ്റ്ലി സ്ലോ ഡൗൺ. ഡെഫിനറ്റ്ലി സ്ലോ ഡൗൺ. അപ്പോൾ അതുപോലെ ഏജിങ്ങിനെ നമുക്ക് ആയുർവേദത്തിലൂടെ പിടിച്ചു നിർത്താൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ആ ചികിത്സ, പക്ഷേ ഇപ്പോൾ ആരും ചെയ്യണില്ല എന്നല്ലേ ഡോക്ടർ? പഞ്ചകർമ്മ ചെയ്താൽ തന്നെ പറ്റും. മറ്റേ കായകൽപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര വെയിൽ പോലും കൊള്ളിക്കാതെ ഒരു പ്രത്യേക സ്ഥലത്ത് അടച്ചിട്ട് മാസങ്ങളോളം ചെയ്യുന്ന ഒരു ചികിത്സ, അതാണ് ചെയ്യിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ പഞ്ചകർമ്മ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ്. അതായത് ഈ തിരുമലാണോ ഡോക്ടർ? അല്ല, പഞ്ചകർമ്മയും തിരുമലും തമ്മിൽ സത്യം പറഞ്ഞാൽ വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഈ പഞ്ചകർമ്മ ചികിത്സ? പഞ്ചകർമ്മ എന്ന് പറഞ്ഞ ഒരു ഡീടോക്സിഫിക്കേഷൻ ആണ്. അതായത് വമനം, വസ്തി, വിരേചനം, നസ്യം, രക്തമോക്ഷണം എന്ന് പറഞ്ഞിട്ട് ശരീരത്തിനെ ഡീടോക്സിഫൈ ചെയ്യാനുള്ള, എനിമ പോലെ മലദ്വാരത്തിലൂടെ മരുന്ന് നിന്ന് ഡീടോക്സിഫൈ ചെയ്യുക, ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, ബ്ലഡ് ലെറ്റിംഗ്, മൂക്കിൽ കൂടെ മരുന്നൊഴിച്ചിട്ട് നസ്യം ചെയ്യുക, അങ്ങനെ ശരീരം ഡീടോക്സിഫൈ ചെയ്യാനുള്ള 5 മെത്തേഡുകൾ, അതാണ് പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മങ്ങൾക്ക് വേണ്ടി ശരീരത്തിനെ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രീ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന തിരുമല്, ഉഴിച്ചില്, കിഴി, ധാരകൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അതൊന്നും പഞ്ചകർമ്മങ്ങളല്ല. അപ്പോൾ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നതിന് ഈ കൃത്യമായിട്ടൊരു ചിട്ടയുണ്ട്. ഇപ്പോൾ സ്നേഹപാനം, ആദ്യം നെയ്യൊക്കെ കൊടുത്ത് ശരീരം ഇളതാക്കി, അപ്പോൾ ആ സമയത്ത് നല്ല ഫാസ്റ്റിങ്ങിലായിരിക്കും, എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നുമില്ല, നെയ്യ് മാത്രം കഴിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സ്നേഹപാനത്തിൻ്റെ ഒരു 3-4 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ, ഒരാഴ്ചയൊക്കെയാണ് ക്ലാസിക്കലി സ്നേഹപാനം പോകുന്നത്. ഈ പഞ്ചകർമ്മ ചികിത്സ ക്ലാസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലകാലമാണ്, 41 ദിവസമാണ്. അതൊന്നും ഇപ്പോൾ പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് അതിനെ പരമാവധി കൺസൈസ് ചെയ്ത് ഒരു 2 to 3 വീക്സ് കൊണ്ട് തീർത്താലും നമുക്കൊരു ഈ സ്നേഹപാനം എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘട്ടം. 2-3 ദിവസം സ്നേഹപാനം കഴിയുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ തൊട്ടാൽ തന്നെ നെയ്യ് കിട്ടുന്ന പോലെ ശരീരം അങ്ങ്, അതിനുശേഷം വിയർപ്പിക്കുക, വയറിളക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്ന് ശരീരം ശുദ്ധിയാക്കി, അങ്ങനെയാണിത് ഈ പഞ്ചകർമ്മ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പോകുന്നത്. കേട്ടിട്ട് തന്നെ വേദന എടുക്കുന്നൊരു നല്ല, അത് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആവും. അത് കഴിയുന്നവരെ പീഡനങ്ങളിലൂടെ കടന്നു പോകണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പറയില്ല, സുഖചികിത്സ, ആയുർവേദ ചികിത്സ, ശരിക്കുള്ള ആയുർവേദ ചികിത്സ ഭയങ്കര സുഖമുള്ളതൊന്നുമല്ല. നമ്മൾ ഈ സുഖചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്ന സാധനം വെറും സുഖചികിത്സകൾ മാത്രമാണ്. അതിന് പഞ്ചകർമ്മയായിട്ട് നേരിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളൊരു സ്പായിൽ പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പഞ്ചകർമ്മ നമ്മുടെ പ്രായം കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അപ്പോൾ ഈ തടി കുറയ്ക്കാനാണ് എന്നും പറഞ്ഞ് തിരുമാൻ പോകുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. തടി കുറയ്ക്കലും ഉഴിച്ചിലും തമ്മിൽ ബന്ധമുണ്ടോ? തടി കുഴിച്ചിൽ നമ്മൾ ഉദ്വർത്തനം എന്ന് പറയും, പൊടിയിട്ട് മുകളിലേക്ക് തിരുമുക. നമ്മളിപ്പം സാധാരണ നമ്മൾ തിരുമുമ്പം താഴോട്ട് പ്രതിലോമ, ഇത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരുമുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പൊടിയിട്ട് തിരുമുക. അങ്ങനെ ഉദ്വർത്തനം, പൊടിക്കിഴികൾ, അങ്ങനെയൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ഈ നമ്മളുടെ ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഫാറ്റിനെ ഒന്ന് ഡിസോൾവ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഫാറ്റ് മെറ്റബോളിസത്തിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ അത് വണ്ണം കുറയ്ക്കാനുള്ള നമ്മളുടെ ഒരു എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനോടൊപ്പം തന്നെ മെഡിസിൻസ് സപ്പോർട്ട് ചെയ്യും, ഡയറ്റ് സപ്പോർട്ട് ചെയ്യും, എക്സസൈസ് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു 4 ഡയമെൻഷനിലൂടെ അതിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കും, എന്നെ കുറേ പൊടിക്കിഴി ഇതിൻ്റെ വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലല്ല, കാര്യമില്ല. ആയുർവേദത്തിൽ മെലിയാനായി ഒറ്റമൂലികളുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ഒറ്റമൂലികൾ കഴിച്ച് തട്ടിപ്പോയവരുടെ കഥ വരെ നമ്മൾ കേൾക്കുന്നില്ലേ? ഒരു മരുന്ന്, ഒരു ഔഷധം എന്ന് പറയുന്ന സാധനം നറിഷ് ചെയ്യുന്നതാണ്. ഇത്രയും ഇൻറ്റൻസായിട്ട് ശോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മരുന്ന് ഇല്ല. വെറുതെ പറയുന്നതാണ്. ഇല്ല. ഓക്കെ. ഇപ്പം നമ്മൾ ഈ ചില കഷായങ്ങളൊക്കെ ഉണ്ട്, ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഫാറ്റ് മെറ്റബോളിസത്തിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ആ മരുന്ന് മാത്രം കഴിച്ച് 6 മാസം കൊണ്ട് മറ്റേ 0 സൈസ് എത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ മരുന്നൊന്ന് പരിശോധിക്കണം. പ്രശ്നമാണ്. ഈ പ്രസവരക്ഷ സമയത്ത് നമ്മൾ കഷായങ്ങളൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ കഷായമൊക്കെ കുടിച്ചു. കൊച്ചിന് ഭയങ്കര ഗ്യാസായിരുന്നു. അപ്പോൾ ഡോക്ടർ കൊച്ചു നിർത്താണ്ട് കരച്ചിലാണ്. അപ്പം ഡോക്ടർ ചോദിച്ചു എന്തൊക്കെയാണ് കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കഷായവും അരിഷ്ടവും കുടിച്ചു, ഇന്ന് നിർത്തിക്കോന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ഗ്യാസ് മാറി, ഒരിതില്ല. അപ്പോൾ ശരിക്കും ഈ കഷായവും അരിഷ്ടവും ആവശ്യമുണ്ടോ പ്രസവം കഴിഞ്ഞാൽ? ആവശ്യമുണ്ട്. എന്ത് മരുന്ന് കഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഏതൊക്കെ അർത്ഥത്തിൽ കാണാം, എന്തൊക്കെ തരം ടാബ്ലറ്റുകളുണ്ട് ഇല്ലേ? അതേപോലെ കഷായം എന്ന് പറയുന്നത് ഒരു വാക്കാണ്, ഒരു മോഡ് ഓഫ് പ്രിപ്പറേഷൻ മാത്രമാണ്. എന്തൊക്കെ തരം കഷായങ്ങളുണ്ട്? അതിൽ ഗ്യാസിന് മരുന്നായിട്ട് കൊടുക്കുന്ന കഷായങ്ങൾ തന്നെ ഉണ്ട്, ഗ്യാസ് ഫോം ചെയ്യാൻ സാധ്യതയുള്ള കഷായങ്ങളും ഉണ്ട്. കഷായം മാറി കുടിച്ചതാണോ ഞാൻ? കഷായം മാറി കുടിച്ചതാണോന്നില്ല, നമുക്ക് ഒരു സ്യൂട്ടായില്ല, പറ്റിയില്ല. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ശരീരപ്രകൃതിക്കും പ്രശ്നങ്ങൾക്കും അനുസരിച്ച് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങളുടെ ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥയില്ല, കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥ, ഈ പറയുന്ന പോലെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകുന്ന അവസ്ഥ,
ഇതിൽ കുഞ്ഞിന് മരുന്ന് കൊടുക്കാതെ ഞങ്ങൾ ചെയ്യുന്നത് ആ ഗ്യാസിനുള്ള മരുന്ന് അമ്മയ്ക്ക് കൊടുക്കാറായി. അമ്മയുടെ പാലല്ലേ കുഞ്ഞ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസിനുള്ള മരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഓൾട്ടർ ചെയ്താൽ മതിയായിരുന്നു. കാരണം അന്നേരം ഒരു കൺസൾട്ട് ചെയ്താൽ മെഡിസിൻ മാറ്റേണ്ട സമയമായി എന്നുള്ള എന്താ പറഞ്ഞാൽ ആ മെഡിസിൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊന്നും ആരും ഒരു പ്രസവരക്ഷ ചെയ്യുന്നില്ല, അപ്പോൾ നമ്മളും പ്രസവരക്ഷ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രസവരക്ഷ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. കാരണം അതിനകത്തൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഉണ്ട്, ഫിസിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു വയറ് ഭയങ്കര ലാക്സ് ആവും ഒരു പ്രസവം കഴിയുമ്പോൾ അല്ലേ. അപ്പം വയറിൻ്റെയും കൂടെ ചേർന്ന് വയറിൻ്റെ ആ ഒരു സ്ട്രെങ്തോടെ ചേർന്നിട്ടാണ് ഈ സ്പൈനിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന പോലെ എല്ലാം നറിഷ് ചെയ്യുക എന്ന് പറയുമ്പം അതിന് ഈ കുറച്ച് സ്നിഗ്ധത വേണം, ചെറിയ എണ്ണ ഇട്ട് കൊടുക്കുക, അതുപോലെ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം അതൊക്കെ ഇപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആ അബ്ഡോമിനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്പൈനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ 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 കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കുക. നമ്മളുടെ ഈ പറയുന്ന പല ലേഹ്യങ്ങളും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രീഷ്യൽ സപ്ലിമെൻറ്റുകളാണ്. ലേഹ്യം, ഞാൻ അതിലോട്ട് വരികയായിരുന്നു. അപ്പം ലേഹ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ തടി വെക്കും, പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ലേഹ്യം കൊടുക്കരുത്. അത് ഇംപ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ പണ്ടൊക്കെ ഈ വൈറ്റാട്ടിമാരൊക്കെ ഈ നമ്മുടെ നാട്ടിലെ വൈറ്റാട്ടിമാരുടെ ഒരു പ്രശ്നമാണ്. ഇവർ ഈ പറയുന്ന പോലെ ഈ ഒരു കണക്കില്ലാതെ നെയ്യും കാര്യങ്ങളും എല്ലാം കൂടെ വാരി തട്ടി അങ്ങ് പെട്ടെന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതി ഉണ്ടാക്കും. അതൊക്കെയാണ് പ്രശ്നം. ഈ ഒരു വളരെ സയൻറ്റിഫിക്കായിട്ട് ഉണ്ടാക്കുന്ന ലേഹ്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങ് അൺകൺട്രോൾഡായിട്ട് തടിയൊന്നും വെക്കില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഡിപ്രഷൻ മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു കേസാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന 90% സ്ത്രീകളും ഈ സംസാരത്തിനിടയിൽ പറയുന്നൊരു കാര്യമാണ്, കുട്ടികളുണ്ടാകുന്നത് വരെ ഭയങ്കര കെയറായിരുന്നു എനിക്ക് കുഞ്ഞുണ്ടാകുന്നത് വരെ. അപ്പോൾ അത്രയും കെയറൊക്കെ കിട്ടി. കുഞ്ഞുണ്ടായ ആ ഒരു പോയിന്റിൽ വെച്ച് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലോട്ടങ്ങ് മാറി, എന്നെ ആരും മൈൻഡ് ചെയ്യാതായി. അത് എസ്പെഷ്യലി ആ പെൺകുട്ടിയുടെ അമ്മയും ഭർത്താവും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടൊരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരാൾ ഇവരുടെ കൂടെ ഇരുന്ന് ഇവരെ തലോടി താലോചിച്ച് എണ്ണയൊക്കെ തേച്ച് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് ഒന്ന് സ്നേഹിച്ച് തലോടി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അല്ലേ, അത് ആ ഒരു കെയർ അവർക്ക് കിട്ടുമ്പോൾ ആ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ തന്നെ മറികടക്കാൻ ഒത്തിരി സഹായിക്കും അത്. അപ്പം ഒരു ഭയങ്കര നന്നായിട്ട് അത് നിങ്ങളതിനെ എന്ത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഈ വേദിട്ട് കുളി പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ആവശ്യമാണോ? ആവശ്യമാണ്. പക്ഷേ ഈ തിളച്ച വെള്ളം കോരി ഒഴിച്ച് അങ്ങനെയൊന്നും കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിക്കും എങ്ങനെയാണ് വേദിട്ട കുളി? അതിൻ്റെ ചൂട് എന്തോരം ആയിരിക്കണം? ബെയറബിൾ ചൂട്. അത്രേ ഉള്ളൂ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് തിളച്ച വെള്ളം കൊണ്ട് ഒഴിക്കുകയായിരുന്നു. കാരണം നമ്മളിപ്പോൾ പറയും ഒരു മസാജ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പം ആ പ്രഷർ കാരണം ആ കിടക്കുന്ന ആൾ ആ മസിൽ ടൈറ്റ് ചെയ്യരുത്, ഉദ്ദേശം നടക്കില്ല. ആ തിളച്ച വെള്ളം കോരി ഒഴിച്ച് അയാളെ പൊള്ളിക്കാൻ, അതുപോലെ തന്നെ തിളച്ച വെള്ളം കോരി ഒഴിച്ച് അയാളെ അത് കംഫർട്ടബിൾ ആയിരിക്കണം. അത്രേ ഉള്ളായിരുന്നല്ലേ? അത്രേ ഉള്ളൂ. എൻ്റെ ഒഴിച്ചില്ല. അൾട്ടിമേറ്റ്ലി എന്താ പറയുക, ഈ ചെറിയ ചൂടുവെള്ളം കൊടുത്ത് ആളെ ഒന്ന് സ്വെറ്റ് ചെയ്യിപ്പിക്കുക, ശരീരം ഒന്ന് ഡയലേറ്റ് ചെയ്യുക. നമ്മൾ ചൂട് ചെല്ലുമ്പോൾ എല്ലാ സാധനവും ഡയലേറ്റ് ചെയ്യും അല്ലേ. ഡയലേറ്റ് ചെയ്യുക, ഇൻഫ്ലമേഷൻ മാറ്റുക, റിലാക്സ് ചെയ്യുക. കുറേ ഒരു ശരീരത്തിലൊരു പ്രസവം നടക്കുക എന്ന് പറയുമ്പോൾ മസ്കുലാറായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കില്ലേ, കുറേ മസിൽ കോൺട്രാക്ഷനും സ്ട്രെച്ചിങ്ങും ഒക്കെ നടക്കുകയല്ലേ. അതിനെയൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് ആ മസിൽസിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണിതല്ല. വളരെ സയൻറ്റിഫിക്കാണ്, അൺസയൻറ്റിഫിക്കായിട്ടും ചെയ്യാം. വേണ്ട, അൺസയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ട പ്രശ്നമാണ്. ഡോക്ടർ, ഇപ്പം ഇത് ഞാൻ ആദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മളിങ്ങനത്തെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ ഇതിൽ ഒന്നും ഭയങ്കര പാഷൻ വേണമെന്ന്, കാരണം നമ്മളൊരു ഡോക്ടർ ആവുക എന്ന് പറയുമ്പോൾ തന്നെ സർവീസാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം ആയുർവേദം തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേര് ഈ MBBS കഴിഞ്ഞിട്ട് MBBS കിട്ടാതെ വരുന്ന നമ്പർ അങ്ങനെ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറയുന്നതിൽ ഒരുപാട് പാഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഡോക്ടർ ഈ ഫീൽഡിലോട്ട് വരാനുള്ള ഒരു റീസൺ? ഞാൻ എൻ്റെ അമ്മാവൻ ആയുർവേദ ഡോക്ടറാണ്. ഒരു പക്ഷേ കേരളത്തിൽ എല്ലാവരും ആയുർവേദ മേഖലയിൽ എല്ലാവരും ഡോക്ടർ രാമോഹൻ എന്നാണ് പേര്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പം അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെയാണ് മരുന്നുണ്ടാക്കുന്ന ഫാക്ടറി എല്ലാം. അപ്പോൾ കൊച്ചിലെ തൊട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ അമ്മാവനാണ് എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ഒരു റോൾ മോഡൽ അമ്മാവനാണ്. അപ്പോൾ അമ്മാവനെ കണ്ടിട്ടാണ് ഞാൻ ഈ ആയുർവേദം തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ആയുർവേദത്തിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട്. സംസ്കൃതം ആവശ്യമാണ്. പിന്നെ ആയുർവേദ സിലബസ് മൊത്തം സംസ്കൃതത്തിലാണ്. ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് കൂടുതലും ഈ ശ്ലോകങ്ങളും എല്ലാം സംസ്കൃതമാണ്. സംസ്കൃതം വേണം. പിന്നെ +1 +2 എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു. അങ്ങനെ
ആയുർവേദ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് ആയുർവേദത്തിന് പോയ ഒരാളാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടേത് കേരളത്തിലെ ആദ്യത്തെ സൈക്കോസൊമാറ്റിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അതായത് ആയുർവേദവും യോഗയും ഈ മനഃശാസ്ത്രവും എല്ലാം കൂടെ സമന്വയിപ്പിച്ചുള്ള ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലായിരുന്നു എൻ്റെ അമ്മാവൻ്റേത്. വേദഗ്രാം എന്നാണ് അതിൻ്റെ പേര്. അമ്മാവന് ആയുർവേദവും അലോപ്പതിയും കമ്പൈൻ ചെയ്തുള്ള കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ് അത്. ഇപ്പോൾ 50 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ ഡോക്ടർ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റഡ് അമ്മാവൻ അതാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും ഇങ്ങനെ നമ്മളൊരു വേറിട്ട് ചിന്തിക്കണം, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം എന്നുള്ളൊരു തോട്ട് തന്നെ വരുന്നത് അമ്മാവൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പം ഞാനതിനെ വേറെ ഒരു തരത്തിൽ ചിന്തിച്ചു, അമ്മാവൻ വേറൊരു തരത്തിൽ ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കണം, ഒറ്റമൂലികൾ ശരിക്കും ഒറ്റമൂലി എന്ന് പറയുന്ന സംഭവം വർക്ക് ചെയ്യുമോ? ചില കാര്യങ്ങളിൽ, പക്ഷേ അതിനെ അങ്ങ് 100% റിലേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അധികം ഒറ്റമൂലികൾ കൊടുക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം, അല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ഒറ്റമൂലി എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തമാണ് കേൾക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇങ്ങനെ ഒത്തിരി തരം മഞ്ഞപ്പിത്തങ്ങളുണ്ട്. ഈ ഒറ്റമൂലി കൊടുക്കുന്ന ഒരാൾക്കും ഇങ്ങനെ ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സാധനം പലതരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ അത്യാവശ്യം ഡയറ്റ് നോക്കി ഒരു കുറച്ച് ഈ കീടാർനെല്ലിയൊക്കെ അതൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. അതുമൊക്കെ കഴിച്ച് നല്ലൊരു ഉപ്പ് കൂട്ടാതെ ഭക്ഷണവും കഴിച്ച് വീട്ടിൽ നന്നായിട്ട് അങ്ങ് റെസ്റ്റ് എടുത്താൽ അതങ്ങ് മാറും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവരുടെ അടുത്തെത്തിയാൽ രക്ഷപ്പെടും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബിന്ന് ചികിത്സിക്കുന്ന പറയുമ്പോൾ സിറോസിസ് വരെ ചെല്ലും. അപ്പോൾ ഇവർ പക്ഷേ എല്ലാത്തിനും ഇതേ പരിപാടി തന്നെ ചെയ്യുന്നത്. ഭാഗ്യമുള്ളവൻ രക്ഷപ്പെടും, അല്ലാത്തതിൻ്റെ കാര്യം പോക്കാം. അല്ല, അതൊരാൾ തുറന്നു അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ ബാക്കിയുള്ളവർക്ക്. ചുമ്മാ അതും പറഞ്ഞ് ചെല്ലരുത്. കാരണം അങ്ങനെ വഷളായി ജീവൻ നഷ്ടപ്പെട്ട കഥകൾ ഞാൻ ആയുർവേദത്തിന് ഏറ്റവും ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരം വൈദ്യന്മാരാണ്. ഇപ്പം എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ളൊരു കേസ് പറയാം. ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി, ഒരു മുട്ടിനുള്ള ഒരു ലിഗമെൻ്റ് ഇഞ്ചുറി. ലിഗമെൻ്റ് ഇഞ്ചുറി എന്ന് പറയുന്നത്, ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അത് ലിഗമെൻ്റ് സ്ഥിരം പ്രശ്നമാണല്ലോ. ലിഗമെൻ്റ് ടിയറായി ഇവരൊരു വൈദ്യൻ്റെ അടുത്ത് ചെന്നു. വൈദ്യം പറഞ്ഞു, ഡോക്ടർ അലോപ്പതി ഡോക്ടർ പറഞ്ഞു ഇത് ഇമ്മൊബിലൈസ് ചെയ്യണം. ഇത് ശരിയാണ്, എന്നാൽ ലിഗമെൻ്റ് ഇഞ്ചുറി ഇമ്മൊബിലൈസ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. എന്നിട്ട് ഒരു വൈദ്യൻ്റെ അടുത്ത് വൈദ്യം പറഞ്ഞു, ചുമ്മാ പറഞ്ഞു ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന്. പുള്ളി പിടിച്ചിട്ട് അങ്ങ് തിരുമി. എഴുന്നേറ്റ് നടക്കാൻ പറ്റാതാണ്. പിന്നെ തിരിച്ച് അലോപ്പതി ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പുള്ളി നമ്മുടെ അടുത്ത് വന്നു. നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഒരു MRI കൂടെ എടുക്കാൻ പറഞ്ഞു. ആ പാർഷ്യൽ ടിയർ ആയിരുന്നത് കംപ്ലീറ്റ് ടിയറാക്കി കൈ കൊടുത്തു. അലോപ്പതി ഡോക്ടർ ആദ്യം അത് ഇമ്മൊബിലൈസ് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. പിന്നെ അതൊരു സർജറിയിലോട്ട് മാറി. അങ്ങനെ വളരെ നല്ല സേവനം അവർ ഈ എന്താ പറയുക, നമ്മൾ ഈ സോ കോൾഡ് വൈദ്യന്മാർ, യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത വൈദ്യന്മാർ ചെയ്യുന്നുണ്ട്. അറിയാം. പക്ഷേ ഈ മലയാളികൾ ഈ സമ്പൂർണ്ണ സാക്ഷരരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇത്രയും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വ്യാജവൈദ്യന്മാരുള്ള കേരളത്തിലായിരിക്കും തോന്നുന്നു. ഞാൻ തന്നെ പലതും കേട്ടിട്ടുണ്ട്. അവിടെ ഇവിടെ പോയി ശരിയായില്ല, ഈ വൈദ്യൻ്റെ അടുത്ത് പോയത് ശരിയായില്ല. പക്ഷേ ഇതിൻ്റെ മൊത്തം ചീത്തപ്പേരുണ്ടാകുന്നത് ആയുർവേദ കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിലാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് പറയുമ്പോൾ പറയും ഇങ്ങനൊരു സാധനം പ്രാകൃതമാണ്, ആയുർവേദം ചെയ്തിട്ട് ശരിയായില്ലെന്നാണ് പറയുന്നത്. അതാ പറയാ. പക്ഷേ അത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ചെയ്തിട്ട് അല്ല എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇനി എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള അറിയാൻ ആഗ്രഹമുള്ള കാര്യം ചോദിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം. മുടി വളരാനായി കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആയുർവേദ പ്രകാരം? ഇത്രയും നേരം ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കാം. നല്ല വൈറ്റമിൻസ് ഒക്കെ ഇറങ്ങിയ നല്ല ഇലക്കറികളും ആയുർവേദത്തിൽ ഒറ്റമൂലിയില്ല. കാരണം ഇതില്ലേ, നമ്മളിപ്പോൾ ഒരു മുടി വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് മുടി വളരാതായത്? എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ? ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടോ? ഹെയറിൻ്റെ ടെക്സ്ചറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടല്ലേ ഒരു മുടി കൊഴിച്ചിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ തന്നെ കഷ്ടപ്പാട്. ആ വഴിയൊക്കെ സഞ്ചരിക്കണം, കണ്ടുപിടിക്കണം. ഈ ആയുർവേദത്തിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ നിദാന പരിവർജനമേവ ചികിത്സ എന്നാണ്. അതായത് നിദാനം എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ കാരണത്തിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് ചികിത്സ. കാരണം ഐഡൻറ്റിഫൈ ചെയ്തിട്ടല്ല അതിനെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കാര്യം കൂടെ, ആലുവേര മുഖത്ത് തേച്ചാൽ മുഖം വെട്ടിത്തിളങ്ങുമോ? ഒരു നറിഷ്മെൻറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ പറയില്ല, ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്, നറിഷ് ചെയ്യും, ഒരു ക്ലെൻസിങ് എഫക്റ്റ് ഉണ്ട്. ആലുവേര കഴിച്ചാൽ നല്ലതാണോ? അലോവേറ എല്ലാം ഈ പറയുന്ന പോലെ ഒരു ലിമിറ്റിൽ കഴിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ പലരും ചെയ്യുന്ന കാര്യമാണ് അലോവേറ എടുത്താൽ കുടിക്കുക. ഞാൻ ഒരു റീലിൽ കണ്ടു, ആലുവേറ എല്ലാ ദിവസവും കഴിക്കുന്നു, എൻ്റെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നു. അതിൽ വല്ല കാര്യമുണ്ടോ? വലിയ കാര്യമൊന്നുമില്ല. ഇല്ലേ? ചെറിയ അളവിലൊക്കെ കഴിക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ശരീരത്തിനെ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം.
രാവിലെ സ്ഥിരമായിട്ട് എണ്ണ കുടിക്കുന്ന ആളുകളുണ്ട്, ചെറിയ അളവിൽ 5 ml ഒക്കെ എണ്ണ കുടിക്കുന്ന ആളുകളുണ്ട്, നെയ്യ് കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും. ശരീരം പ്രായമാവും തോറും ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലതാണോ അങ്ങനെ ചെയ്താൽ? നല്ലതാണ്. വേണ്ട, ശരീരം നറിഷ് ചെയ്യുക, ശരീരത്തിനെ നറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ്സിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഏജിങ് ഡിലേ ചെയ്യിക്കാൻ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ടീസ്പൂൺ പുറമേ മോയ്സ്ചറൈസ് ചെയ്യുക, ഉള്ളിൽ മോയ്സ്ചറൈസ് ചെയ്യുക. അതല്ല ഈ പറയുന്ന പോലെ ഒരു 5 ml, ഒരു ടീസ്പൂൺ അത്രയൊക്കെ മതി. നെയ്യ് അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. നാരങ്ങ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അല്ലേ, അത് നല്ലതാണ്. പിന്നെ കൃത്യമായിട്ട് വയറിന് നല്ലതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഏതൊരു സാധനവും നല്ലതാണ് മിതമായ നിരക്കിൽ. അതായത് ഇത് പറയില്ലേ, എന്താ, മരുന്നല്ലാത്തതൊന്നും നമ്മുടെ ചുറ്റുമില്ലെന്നാണ് പറയുക. അതിനെന്തോ ഒരു പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ഞാൻ മറന്നുപോയി. സംസ്കൃതത്തിലില്ലായിരുന്നു. എന്താ പറയുക, എല്ലാ സാധനവും മരുന്നല്ലാത്ത ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. അങ്ങനെ എല്ലാം മരുന്നാണ്. ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയും, ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാന വില്ലനായിട്ട് പറയുന്ന ഒരു സാധനമാണ് മദ്യം. മദ്യത്തിനെക്കുറിച്ചുള്ള കാര്യം തന്നെ ആയുർവേദത്തിൽ പറയുന്നത് യുക്തിയുക്തം യഥാമൃതം എന്നാണ്. അതായത് യുക്തിയുക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അമൃതാണെന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ വിഷം ഉപയോഗിക്കുന്നുണ്ട് ചികിത്സയ്ക്കായിട്ട്. പല മരുന്നിനകത്തും ചെറിയ അളവിൽ വിഷം ചേർക്കുന്നുണ്ട്. അതായത് എല്ലാ പ്രിപ്പറേഷൻസിലും എന്നല്ല പറയുന്നത്, അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള നമ്മൾ വിഷമെന്ന് കരുതുന്ന പല സബ്സ്റ്റൻസും. അത് നല്ലൊരു വെഹിക്കിളാണത്. അതൊരിക്കലും ഒരു ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കത്തുമില്ല. അപ്പോൾ ഒരു സാധനത്തിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ അടുത്ത് ചെല്ലണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ഇതും മറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അറിയുന്നവർ പണി കിട്ടും. കാരണം ഇപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കൊന്നും അത്രയും കുഴപ്പമില്ല. ഈ 2 തരം പ്രിപ്പറേഷൻസ് ഉണ്ട് ആയുർവേദത്തിൽ, ഭൈഷജ്യം, രസം ഭൈഷജ്യം എന്ന് പറഞ്ഞിട്ട്. ഭൈഷജ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സാധാരണ കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ലേഹ്യങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേറ്റഡ് ഫുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു നെല്ലിക്ക എന്ന് പറയുന്ന സാധനം പച്ചയ്ക്ക് തിന്ന ഭക്ഷണമാണ്. നെല്ലിക്ക ഒരു 16 ഇരട്ടി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് 4-1 അല്ലെ 8-1 വറ്റിച്ച് കഴിഞ്ഞാൽ അത് കഷായമായി. അത്രയേ ഉള്ളത്, ഒരു കോൺസെൻട്രേറ്റഡ് ഫുഡ് എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതല്ലാണ്ട് രസ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ മിനറൽസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഈ മെർക്കുറിയൊക്കെ ചേരുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ഡോസ് തന്നെ മൈക്രോഗ്രാമിലും ഒക്കെയാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു അറിവില്ലാതെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു, നമുക്കിപ്പോൾ ഒരു പറയല്ല, അലോപ്പതി മെഡിസിൻസ് ഓവർ ഡോസ് ആയാൽ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സാധനത്തിനകത്തുമുണ്ട്. അപ്പം ആളെ നോക്കിയും കണ്ടും ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇവർക്കിത് അറിവുണ്ടോ എന്ന് അറിഞ്ഞ് ചികിത്സയ്ക്ക് പോയാൽ നമുക്ക് കൊള്ളാം, ജീവൻ കിട്ടും, ജീവൻ കയ്യിലിരിക്കും. ഡോക്ടർ, സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ ഇപ്പം അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഹോസ്പിറ്റലിൽ അതെങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? അതിനൊരു ഈ പറഞ്ഞ പോലെ മൾട്ടി ഡയമെൻഷണൽ ഒരു ആസ്പെക്റ്റിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ശിരോധാര പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, യോഗ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ശിരോധാരയായാലും ഇൻറ്റേർണൽ മെഡിസിൻസ് ആയാലും യോഗ പോലത്തുള്ള സാധനങ്ങളായാലും അത് നമ്മളുടെ ഒരു എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മളുടെ മനസ്സിനെയൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്ത് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നത് മെഡിറ്റേഷനിലൂടെയാണ്. അതിനെ മെഡിറ്റേഷൻ എന്നുള്ള പേര് പറയാമോ എന്നറിയില്ല, കാരണം അതൊരു ക്ലാസിക്കൽ മെഡിറ്റേഷൻ്റെയും ഒരു മോഡേൺ സൈക്കോളജിയുടെയും ഒരു ബ്ലെൻഡാണ്. ഞങ്ങളൊരു കൗൺസിലിംഗ് ടെക്നിക്കിലൂടെ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലവരെ മെഡിറ്റേറ്റ് ചെയ്ത് ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഞങ്ങൾ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ ഒരു തരത്തിലുള്ള ഉപദേശമായിക്കോട്ടെ, ഒരു പോസിറ്റീവ് അഫർമേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം നമ്മൾ ഈ ഉപദേശങ്ങളും ഈ മോട്ടിവേഷനും പോസിറ്റീവ് അഫർമേഷനും ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഷുഗർ കോട്ടിങ് പോലെ, അത് ടെമ്പററിയാണ്, അതൊന്നും നിലനിൽക്കില്ല. അപ്പോൾ അവരെ കൊണ്ട് തന്നെ അവരുടെ ഉള്ളിലേക്ക് നോക്കിച്ച് അവരുടെ പ്രോബ്ലത്തിനെ കണ്ടെത്തി അവരുടെ പ്രോബ്ലത്തിനെക്കുറിച്ചുള്ള അവയർനെസ് വർദ്ധിപ്പിച്ച് ഏതൊരു പ്രോബ്ലം എടുത്തു വെച്ച് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രോബ്ലത്തിനെക്കുറിച്ച് അവരെക്കുറിച്ച് മാക്സിമം അവെയറാക്കി അവരെ കൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷനിൽ എത്തിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഞങ്ങൾ ചെയ്യുന്നത്. മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെയാണ് ഞങ്ങൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു 50% സമയവും സംസാരമായിരിക്കും. അവർ കൗൺസിലിംഗ് ടെക്നിക്കിലൂടെയാണ് അവരുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും സോൾവ് ചെയ്യുന്നത്. പക്ഷേ അവരെ ഒരു തരത്തിലും ആ പേഷ്യൻറ്റിനെ ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവർക്ക്
അപ്പോൾ അവരെ ഞാൻ ജഡ്ജ് അതിനൊരു സ്പേസ് കൊടുക്കുകയാണ്, അവർ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരു ലോകത്തൊരു മനുഷ്യനും വേറൊരു മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനൊരു ഫിലോസഫിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അപ്പം ഒരാൾക്ക് അവനവന് മാത്രമേ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് നോക്കി അയാളുടെ ഉള്ളിൽ കാണുന്ന ആ കാഴ്ചകളെ ഈഗോയെ സറണ്ടർ ചെയ്ത് നമ്മളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അതായത് അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി അവരുടെ ഈഗോയെ സറണ്ടർ ചെയ്ത് ഓപ്പൺ ആവാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കവരെ അവിടെ എത്തിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ചോദിക്കാനാണെങ്കിൽ രാത്രി വരെ ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ താങ്ക് യു. സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മോനെ നേരെ നിർത്തിയിട്ട് അവൻ നേരെയാണോ നിൽക്കുന്നത്, അവൻ്റെ ആംഗിളിന് മാറ്റം ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ബട്ട് അവയർനെസ് ഇസ് ബെറ്റർ ദൻ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ. അതിന് പുറകെ നടക്കാതെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.